بسم الله الرحمن الرحيم لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها. السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشانه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. meine സഹോദരന്മാരെ സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു സഹോദര സഹോദരിമാരെ, മറ്റു ശ്രോതാക്കളെ, പ്രത്യേകിച്ച് സദസ്സിലിരിക്കുന്ന നിങ്ങളോട് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സക്കരിയ സലാഹി, എല്ലാവരോടും ആദ്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുവാനും കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ പാടുപെടുവാനും സദാ ഇവിടെ ഉപദേശിക്കപ്പെടാറുള്ളതാണ്. അത് എന്നോടക്കം ഞാൻ ഉപദേശിക്കുന്നു. വീണ്ടും അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പതിവിന് വിപരീതമായി നിങ്ങൾ ദീർഘിച്ച ഒരു ഉപദേശം കേട്ടുകഴിഞ്ഞ ശേഷമാണ് നമ്മുടെ സ്ഥിരം ക്ലാസ് ഇന്ന് ആരംഭിക്കുന്നത്. പതിവിന് വിപരീതമെന്ന് ഞാൻ പറഞ്ഞത് പുതിയ അതിഥിയുമായുള്ള ഒരുമിച്ചുകൂടൽ എന്ന അർത്ഥത്തിലേക്ക് മാത്രം.
അതുകൊണ്ട് തന്നെ വിഷയം നമസ്കാരം എന്തായിരുന്നു വിഷയം? നമസ്കാരത്തിൽ ഉണ്ടാവേണ്ട ഖുശൂഅ് എന്നതിനെ കുറിച്ചായിരുന്നു എന്നാണല്ലോ നിങ്ങൾ കേട്ടതും പഠിച്ചതും. മൗലവി എന്തായിരിക്കും ഇവിടെ വിശദീകരിച്ചതെന്ന് ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ പതിവനുസരിച്ചിട്ട് ക്ലാസ്സിന് 1 മണിക്കൂർ അല്ലെങ്കിൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ ആ സമയം ഉപയോഗപ്പെടുത്തലാണ് ക്ലാസ്സിന് തയ്യാറാവാൻ. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിന് മുമ്പ് കുറേ കാലേ കൂട്ടി തന്നെ തയ്യാറാവുകയാണെങ്കിൽ വയസ്സനല്ലേ, മറക്കും. അതുകൊണ്ട് ആണ് ഞാൻ വരാൻ താമസിച്ചത് എന്നല്ലാതെ മൗലവിയുടെ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ പൂതിയുള്ളതുപോലെ എനിക്കും കേൾക്കാൻ പൂതിയില്ലാത്തത് കൊണ്ടല്ല. പ്രശ്നം ഇവിടെ പ്രസംഗങ്ങളല്ല, പ്രശ്നം പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവണമെന്നതാണ്. അള്ളാഹു നമുക്ക് ഇതുവരെ കേട്ട ഉപദേശങ്ങളിൽ നിന്നിട്ടും കേൾക്കാൻ പോകുന്നതിൽ നിന്നിട്ടും പകർത്തേണ്ട ഭാഗങ്ങളെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ക്ഷീണിച്ച സമയമായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ മുമ്പ് നാം ചർച്ച ചെയ്തു വരുന്ന വിഷയമാകുന്ന ഇസ്ലാമിക ചികിത്സ എന്ന വിഷയം തന്നെയാണ് തുടർച്ചയായിട്ട് സംസാരിക്കുന്നതെങ്കിലും അതിൻ്റെ മർമ്മഭാഗത്തിലേക്ക് ഇന്ന് ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിഷയമാകുന്ന പിശാച്, ഇബ്ലീസ്, അപ്രകാരം മാരണം, കണ്ണേറ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ സമാപനത്തിൽ കണ്ണേറിൻ്റെ ചില ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞു. എന്നീ കാര്യങ്ങൾക്ക് മുഖവുര നൽകേണ്ട ഭാഗങ്ങളിലേക്ക് മാത്രമാണ് ഇന്ന് ഞാൻ സൂചന നൽകുന്നത്. നാം കേട്ടതായ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിക്കുമ്പോൾ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ട ഭാഗം, ഈ വിശുദ്ധ ഭൂമിയിൽ താമസിക്കുന്ന വേളയിൽ അള്ളാഹു നമുക്ക് നൽകിയതായ ഭാഗ്യത്തിലേക്ക് മൗലവി സൂചന നൽകുന്ന കേട്ടു. അത് കേൾക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ കരയേണ്ടതാണ്. അത് കരയാൻ മാത്രമുള്ള പ്രാധാന്യം അർഹിക്കുന്ന, ഹൃദയം തട്ടി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. എന്തുകൊണ്ട്? മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് നാം പറയാറുണ്ട്, അല്ലേ? അതാണ് നമുക്ക് അനുഭവപ്പെട്ടത്. നാം എന്നും മസ്ജിദുൻ നബവി കണ്ട് ആ മസ്ജിദുൻ നബവിയുടെ പ്രത്യേകത മറ്റുള്ളവർക്കുണ്ടാകും പോലെ ഉണ്ടാവാറില്ല. റസൂൽ പഠിപ്പിച്ചതിന് വിപരീതമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷം വരേക്കും മദീനയോട് ആദ്യ ദിവസം കണ്ടതായ അതേ സമീപനമാണ് സമീപിച്ചിരുന്നത്. ആ മദീനയോടും മദീനക്കാരോടുമുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള ഭക്തിയും മദീനയിൽ നിന്നിട്ട് വിട വാങ്ങിയാൽ തൽക്കാലത്തേക്ക് അല്പസമയത്തേക്ക് മടങ്ങി വരുമ്പോൾ ആ മദീനയോടുള്ളതായ സ്നേഹത്തെ പ്രകടമാക്കലും ഇതെല്ലാം നമുക്ക് പഠിച്ച് മനഃപ്പാടമുള്ള വിഷയമാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, ദശവർഷങ്ങൾ വരെ മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയിട്ട് പോലും മദീനയുടെ ബഹുമതിയും ബഹുമാനവും മദീനയിൽ ജീവിക്കുന്നവർ ജീവിക്കേണ്ട മര്യാദയും അറിയാത്തവരാണ് പലരും. നിങ്ങളെക്കുറിച്ച് ഞാനത് പറയുന്നില്ല. ഓരോരുത്തരും അവരവരെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് അതിന് മറുപടി കണ്ടെത്തിയാൽ മതി. ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വളരെ ആഗ്രഹമുണ്ട് ഈ നാട്ടിനെ ഒരു നോക്കണം, ഈ നാട്ടിലൊരു മണിക്കൂറെങ്കിലും കഴിച്ചു കൂട്ടണം എന്ന്. പക്ഷേ അവരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം സാധിക്കാതെയാണ് മരിച്ചു പോകുന്നത്. അതിനിടക്കാണ് അള്ളാഹു നമ്മെപ്പോലത്തവരെ, ചിലപ്പോൾ ഉംറയ്ക്ക് വേണ്ടി വരുന്നവരോ ഹജ്ജിന് വേണ്ടി വരുന്നവരോ അവരൊക്കെ പരിശോധിച്ചാൽ അവർക്കൊക്കെ ചിലപ്പോൾ മാസങ്ങൾ, ആഴ്ചകളാണ് ലഭിക്കാറുള്ളത്. നാം ഇവിടെ വർഷങ്ങൾ ലഭിക്കുന്നു എന്നതാണ്. എന്ത് പേരിലാണെങ്കിലും വിരോധമില്ല. വന്നെത്തി, എവിടേക്കെത്തി? കുവൈത്തിലേക്കല്ല, സുഡാനിലേക്കല്ല, ലിബിയയിലേക്കല്ല, മറിച്ച് മദീനയിലേക്കാണ്, മക്കയിലേക്കാണ്. മഹാഭാഗ്യവാന്മാർ. അള്ളാഹു പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യമാണിത്. അത് ഓർത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ ആദ്യ പള്ളികൾ ഉണ്ടാക്കപ്പെട്ട നാട്ടിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങകലെ ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത മുസ്ലിങ്ങളുടെ ഭരണം നടക്കാത്ത നാടുകളിൽ ജീവിക്കുന്നവർക്ക് കമ്മിറ്റികളിലൂടെയോ പിരിവുകളിലൂടെയോ അവർ അരി അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ മാസം പ്രതി ദിവസം പ്രതി
ധർമ്മമായി ഒരുമിച്ച് കൂട്ടലിലൂടെയോ മാത്രമാണ് അവർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ, ഇസ്ലാമിക സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ, മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള പള്ളികൾ നിർമ്മിക്കാൻ സാധിക്കുന്നതായ ചുറ്റുപാടുള്ളത്. അതാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ നിലപാട് ഇന്ന് ലോകത്ത്. അത് ഉയർന്ന രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും മുസ്ലിങ്ങൾ എല്ലായിടങ്ങളിലും ന്യൂനപക്ഷം തന്നെയാണ്. മുസ്ലിം രാഷ്ട്രമില്ലാത്ത നാടുകളിലെല്ലാം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയുന്നവരാണ്, പോയി കണ്ടവരുമാണ്. അതുകൊണ്ട് ഇന്ത്യയിലൂടെ അതുകൊണ്ട് പള്ളിയുടെ പേര് പറഞ്ഞു വരുമ്പോൾ ഇവിടെ മുസ്ലിംമാരും മൗലവിമാരൊക്കെ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നാൽ അവരുടെ ബാക്കിലുള്ള ഉദ്ദേശം തന്നെ പിരിവാണെന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കരുത്. മറിച്ച് നാം ഈ കൊല്ലം പ്രതി അല്ലെങ്കിൽ കൊല്ലത്തോട് കൊല്ലം കേൾക്കുന്നതായ ഉപദേശത്തെ അതിൻ്റെ ഒരു ഭാഗത്തെങ്കിലും നടപ്പാക്കാനുള്ളതായ ചാൻസ് ലഭിക്കുകയാണ്. അവിടെ കെട്ടണം പള്ളി, അവിടെ നിർമ്മിക്കണം ഇസ്ലാമിക സ്ഥാപനം, അവിടെ പ്രബോധനം ചെയ്യണം, അവിടെ പ്രവർത്തിക്കണം, അവിടെ മതമെത്തിച്ചു കൊടുക്കണം, അവിടെ മുസ്ലിങ്ങൾക്ക് പള്ളിക്കൂടമുണ്ടാക്കണം എന്നീ കാര്യങ്ങളൊക്കെ മദീന ഹിസ്റ്ററിയിലൂടെ നാം പാഠം പഠിക്കുമ്പോൾ ആ പാഠം പഠിക്കുന്നതായ ഭാഗങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള ചുറ്റുപാട് കൂടി ഇതേ മദീനയിൽ ഇരുന്നു കൊണ്ട് ലഭിക്കുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നിട്ട് ചെലവഴിക്കും പോലെയല്ല മദീനയിൽ നിന്നിട്ട് ചെലവഴിക്കൽ. കേരളത്തിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ മദീനയിൽ ചെലവഴിക്കുന്ന കൂലിയെ കിട്ടൂല. മദീനയിലാകുമ്പോൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സഹാബാക്കൾ കാശൊരുമിച്ച് കൂട്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവുണ്ടാക്കി, സഹാബാക്കൾ ഒരുമിച്ച് കൂട്ടി ആ കാശ്. അതുപോലെ റസൂലുള്ളാഹിയുടെ പള്ളി കെട്ടാൻ, ഖുബാ പള്ളി കെട്ടാൻ പ്രയാസപ്പെട്ടു. ഇതെല്ലാം ചെയ്ത നാട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കേട്ട ഇൽമിനെ നടപ്പാക്കാനുള്ള ഒരു മഹാ ചാൻസ്, മഹാ സ്വർണാവസരമാണ് ഇങ്ങനെയുള്ള വേദികൾ നമുക്ക് നൽകുന്നത് എന്നതുകൂടി നിങ്ങൾ ഓർക്കണം. നമ്മുടെ വിഷയം ജിന്ന് എന്നതാണ്. എന്താണ് ജിന്ന്? എന്താണ് ജിന്ന് എന്ന പദം കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? നമ്മുടെ വിഷയത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം ഇന്ന് സംസാരിക്കുന്നത് വിഷയവുമായിട്ട് ബന്ധമില്ല എന്നല്ല, ഉണ്ട്. എന്താണത്? ജിന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ പിശാചിലേക്കും അപ്രകാരം ഇബ്ലീസിലേക്കും ചെല്ലാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വിഷയം ജിന്ന് എന്നത് ആക്കാൻ കാരണം. അതെ സഹോദര സഹോദരിമാരെ, ഒരു കാര്യം നമ്മുടെ വിഷയത്തിൻ്റെ നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളമോ സ്ഥിരം ഈ സാധുവിൻ്റെ ക്ലാസ് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമോ ഞാനീ പറയുന്ന ചില കാര്യങ്ങൾ വിശദീകരണങ്ങൾ ആവശ്യമില്ലെന്ന് വന്നേക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പലരും നോട്ടിലൂടെയോ അല്ലെങ്കിൽ നെറ്റിലൂടെയോ അല്ലെങ്കിൽ CD-യിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ വീക്ഷിക്കുമ്പോൾ നിർബന്ധമായി അറിയേണ്ടതായ ചില ഭാഗങ്ങളുണ്ട്. ബുദ്ധിപൂജകന്മാർ പണ്ട് തന്നെ നിഷേധിക്കുന്ന കൂട്ടത്തിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളിൽ പെട്ടതായിരുന്നു ജിന്ന് എന്ന സാധനം. അതുകൊണ്ട് ദീനുമായി ബന്ധമില്ലാത്ത, ഖുർആനിൽ വിശ്വസിക്കാത്ത, വാനലോകത്തു നിന്ന് ഇറങ്ങുന്ന ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത വിഭാഗം പണ്ട് തന്നെ ബുദ്ധിക്ക് യോജിക്കാത്തത് എന്തുണ്ട് അത് നിഷേധിക്കൽ പതിവുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നാം ഖുർആനുമായി, സുന്നത്തുമായി, ദീനുമായി, ഇസ്ലാമുമായി ബന്ധമുള്ളവരായതുകൊണ്ട് തന്നെ ഇതിനെ വീക്ഷിക്കേണ്ടത് എന്തിലൂടെയാണ്, ഏത് രൂപത്തിലാണ് വീക്ഷിക്കേണ്ടത്? എൻ്റെ ബുദ്ധിക്ക് യോജിച്ചോ, അവൻ്റെ ബുദ്ധിക്ക് യോജിച്ചോ, ബഹുഭൂരിപക്ഷത്തിൻ്റെ ബുദ്ധിക്ക് യോജിച്ചോ, അവരത് അംഗീകരിച്ചോ എന്നതല്ല. പിന്നെയോ നാം മുസ്ലിങ്ങളായതുകൊണ്ട് നമുക്കിതിനുള്ള മാനദണ്ഡം ഖുർആനാണ്, സുന്നത്താണ്. ഖുർആനും സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലൂടെയാണ് വന്നതെങ്കിൽ അത് ജിന്നിനെ കുറിച്ച് പറയപ്പെടുന്ന കാര്യമാവട്ടെ അല്ലെങ്കിൽ കണ്ണേറിനെ കുറിച്ച് പറയപ്പെടുന്ന കാര്യമാവട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ അപ്രകാരം തന്നെ മരണത്തെക്കുറിച്ച് പറയപ്പെടുന്ന കാര്യങ്ങളാവട്ടെ, ഇബ്ലീസിനെ കുറിച്ചോ പിശാചിനെ കുറിച്ച് എന്തായിരുന്നാലും വിരോധമില്ല. ഖുർആനിലുണ്ടോ, സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലുണ്ടോ, ബുദ്ധിക്ക് യോജിച്ചോ ഇല്ലേ എന്നതല്ല. അത് ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിന് ഘടകവിരുദ്ധമാണ്. ബുദ്ധിക്ക് യോജിച്ചോ ഇല്ലേ എന്നത് ചിന്തിക്കുക. എന്തുകൊണ്ട്? അള്ളാഹിന്റെ കൽപ്പനയാണ്, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. നിങ്ങളുടെ ഇടയിൽ വല്ല ചർച്ചയുണ്ടായാൽ നിങ്ങൾ ആ ചർച്ചയ്ക്ക് വിധേയമായ വിഷയം വരുമ്പോൾ അള്ളാഹിലേക്ക് മടക്കേണ്ടതാണ്. എല്ലാം അള്ളാഹിലേക്ക് മടക്കുക. അപ്പോൾ ജിന്നിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്ത് കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ മിക്ക ഭാഗങ്ങളും ഖുർആൻ മാത്രമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നൊരു സാധനത്തെ കുറിച്ച് പറയുമ്പോൾ
അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കൽ നിർബന്ധമായി മാറുന്ന ഭാഗമാണ്. മലക്കുകളെ കൊണ്ട് നാം വിശ്വസിക്കുന്നു, അവർ നമ്മുടെ ദൃഷ്ടിയിൽ പെടാത്തവരാണ്. മലക്കുകൾക്ക് പ്രത്യേക ഡ്യൂട്ടികളുണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. മലക്കുകൾ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാം സ്വർഗത്തിലേക്ക് എത്തുന്ന വേളയിൽ നമ്മെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഇവിടെ നമ്മുടെ കൂടപ്പറപ്പായിട്ട് മലക്കുകൾ നിന്നിട്ട് ഒരു വിഭാഗത്തിലെ ഡ്യൂട്ടി തന്നെ നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കലാണ്. അതുപോലെ തന്നെ നാം സമ്മേളിക്കുന്ന സദസ്സുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും മറ്റു ചിലരുടെ ഡ്യൂട്ടിയാണ്. അത് ആ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെയും മലക്കുകളുണ്ട്. പക്ഷേ നാം കാണുന്നില്ല എന്നതുകൊണ്ട് നാം വിശ്വസിക്കാതിരിക്കുന്നില്ല. എന്തുകൊണ്ട്? നാം ഈ ഖുർആനിൽ വിശ്വസിച്ചത് കൊണ്ട് തന്നെ. ഖുർആന്റെ കൽപ്പനയാണ് അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. മുസ്ലിംകളുടെ പ്രത്യേകത മറഞ്ഞ അദൃശ്യ സംഭവങ്ങളെ കൊണ്ട്, ദൃഷ്ടിയിൽപ്പെടാത്ത സംഭവങ്ങളെ കൊണ്ട്, കാര്യങ്ങളെ കൊണ്ട്, കൽപ്പനകളെ കൊണ്ട്, കാഴ്ചകളെ കൊണ്ട്, ലോകങ്ങളെ കൊണ്ട്, ഘട്ടങ്ങളെ കൊണ്ട്, ആളുകളെ കൊണ്ട്, ശക്തികളെ കൊണ്ട് എന്തെല്ലാം നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്തത് ഖുർആനും സുന്നത്തും പറയുന്നുണ്ടോ അവകളിൽ വിശ്വസിക്കുന്നു. അത് മലക്കുകളിൽ വിശ്വസിക്കുന്നു. മലക്കുകളുടെ കൂട്ടത്തിൽ ക്രൂരന്മാരായ സബാനിയാക്കൾ എന്ന മലക്കുകളുണ്ട്, നരകത്തിനെ കാക്കുന്ന മലക്കുകളുണ്ട്. അവരിലെല്ലാം നാം വിശ്വസിക്കുന്നു എന്നതുപോലെ തന്നെയാണ് വിശുദ്ധ ഫുർഖാൻ അലീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40ഓളം പ്രാവശ്യം മടക്കി പറയുന്നതായ ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ പേരാണ് എന്ത്? ജിന്ന് എന്നത്. അതെ, ഈ മറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതായ ജിന്ന് എന്ന വിഷയം സംസാരിക്കുമ്പോൾ ഖുർആനിൽ ക്ലാസ്സിന് മുമ്പായി അല്പം മുമ്പായി പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 88 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നി എന്ന പദപ്രയോഗം നടത്തുന്നതായിട്ട് കണ്ടു. പിശാചി എന്ന പദവും അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 11 തവണ ഇബ്ലീസ് എന്ന പദവും പിശാച് അടക്കമുള്ള ജിന്നിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 88 തവണയും പിന്നെ ലിംനിയായിട്ട് ജിന്നിനെ അള്ളാഹു സംസാരിച്ചത് ഒരു സൂറത്തിൽ തന്നെ 31 തവണ. ഒരു സൂറത്തിൽ തന്നെ 31 തവണ ലിംനി എന്ന് പറഞ്ഞാൽ അകത്തുൾക്കൊള്ളിച്ചുകൊണ്ട്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലയോ ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിന്നിട്ട് ഏതിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ജിന്ന്, മനുഷ്യൻ എന്ന് വെവ്വേറെ ചോദിച്ച ചോദ്യം 31 തവണയാണ്. ഇതൊക്കെ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കാൻ പറ്റാത്തതായ ഭാഗമാണ്. മടക്കി പറയുന്നു, ചിലർ കടലാസ് എടുക്കുന്ന കണ്ടതുകൊണ്ട് ജിന്ന് പിശാചി എന്ന പദം 88 തവണ, ജിന്നി എന്ന പദം 39 അല്ലെങ്കിൽ 40 തവണ, ഇബ്ലീസ് എന്ന പദം 11 തവണ, ഇബ്ലീസ് എന്ന പദം 11 തവണ അള്ളാഹു ഖുർആനിൽ പറയുന്നതായിട്ട് കാണാം. അതെ, പിന്നെ ലിംനിയായിട്ട് അകത്തുൾക്കൊള്ളിച്ചുകൊണ്ട് ജിന്നിനെ അള്ളാഹു ഒരു സൂറത്തിൽ അല്പം മുമ്പ് പറഞ്ഞു 31. ഖുർആനിൽ അള്ളാഹു എന്തെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നീ മുസ്ലിമായിരിക്കവേ, നീ മുസ്ലിമത്തായിരിക്കവേ അത് വിശ്വസിക്കൽ നിന്റെ ബാധ്യതയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ 100-ൽ പരം പ്രാവശ്യം ഇത് പറയുമ്പോൾ ബുദ്ധിക്ക് യോജിച്ചില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന മനുഷ്യന്മാർ, അവരെക്കുറിച്ച് യഥാർത്ഥത്തിൽ ജിന്ന് നിഷേധിക്കുന്ന വിഭാഗം ഖുർആൻ നിഷേധികളിൽപ്പെട്ട ആളായി മാറുന്നു. അവർ സുന്നത്ത് മാത്രമല്ല നിഷേധിക്കുന്നത്, ഖുർആനിനെയാണ് നിഷേധിക്കുന്നത്. ഖുർആനിൽ സ്ഥിരീകരിക്കപ്പെട്ട യാഥാർത്ഥ്യത്തിനാണ് അവർ നിഷേധിക്കുന്നത്. അപ്പോൾ ഗൈബായ മറഞ്ഞതായ കാര്യങ്ങളിൽ പെട്ടതാണ് ജിന്ന് എന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നത്. പക്ഷെ അത് നാം വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നൂറുകണക്കിൽ ഹദീസുകളിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്ന് എന്നൊരു സാധനം ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന്
നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് പല ശൈലിയിലൂടെ. ഇന്നും അടുത്ത ക്ലാസ്സുകളിലൂടെയും കേൾക്കാൻ പോകുന്നത് പോലെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങളെപ്പോലെയല്ല. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. അതെ, ഈ ഓട് തട്ടുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ഓടുണ്ടല്ലോ, അതുപോലെയുള്ളതായ കളിമണ്ണിൽ നിന്നിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. ജിന്നിനെയോ ലഹബ്, ആളിക്കത്തുന്ന പാളുന്ന തീ, ലഹബിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആരെ? ജിന്നിനെ. അതെ. അപ്പോൾ അതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ രീതിയല്ല അവരുടെ ജീവിത രീതി. അവർ നാം പോകുന്ന സ്ഥലത്തുണ്ടാവാം, അവർ നമ്മുടെ കൂടെ ഉണ്ടാവാം. അതേസമയത്ത് അവരുടെ ജീവിത രീതിയിൽ നമ്മുടെ ജീവിത രീതിയുമായിട്ട് വ്യത്യാസമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൽ, അതുപോലെ തന്നെ ഉറങ്ങാൻ ടൈം സ്ഥലം സെലക്ട് ചെയ്യുന്നതിൽ, താമസിക്കുന്ന കാര്യത്തിൽ. പക്ഷേ തക്ലീഫിൽ ചേഞ്ചില്ല. കേൾക്കാൻ പോകുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നു, നിങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ അവരും നോമ്പ് പിടിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും അവർക്ക് എന്തുണ്ട്? നമുക്ക് ബാധ്യതയായതുപോലെ തന്നെ അവർക്കും ബാധ്യതയുണ്ട് ചെയ്യാൻ. അല്ലാഹു പറയുന്നു, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. റബ്ബ് പറയുകയാണ്, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്തിനല്ലാതെ? ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. തക്ലീഫ് കേൾക്കാൻ പോകുന്നത് പോലെ. അപ്പോൾ അവർക്ക് തക്ലീഫ് എന്നുള്ള പദം അറിയാൻ വേണ്ടിയാണ് ആ വിശദീകരണം നൽകിയത്. അവർക്ക് തക്ലീഫുണ്ട്, നമുക്ക് തക്ലീഫ് ഉള്ളതുപോലെ തന്നെ എന്ന് കൂടി നാം പഠിക്കൽ അനിവാര്യമാണ്. പിന്നെ അവരിൽ സാലിഹീങ്ങളുമുണ്ട് താലിഹീങ്ങളുമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. വഅന്നാ മിന്ന സാലിഹൂന, നമ്മിൽ സാലിഹീങ്ങളുണ്ട്. ഒമിന്നാ ദൂന ദാലിക, സാലിഹീങ്ങളല്ലാത്ത ദോഷം ചെയ്യുന്നവരും പാപം ചെയ്യുന്നവരും സ്റ്റാൻഡേർഡ് കുറഞ്ഞവരുമെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്. ഒമിന്നാ ദൂന ദാലിക കുന്നാ തറായിഖ ഖിദദ. അതെ, എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഗ്രൂപ്പ്സുകളുണ്ട്, ഭിന്നിപ്പുകളുണ്ട്, ഗ്രൂപ്പ്സുകളുണ്ട്. നമ്മുടെ ഇടയിൽ കുറേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, പാടില്ല ഗ്രൂപ്പ്. പക്ഷേ അവരുടെ ഇടയിൽ എന്തുണ്ട്? ഗ്രൂപ്പുണ്ട്. നമ്മുടെ ഇടയിൽ ഗ്രൂപ്പുകൾ ഉള്ളതുപോലെ നാം നന്മ ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ അർഹപ്പെടുന്നത് പോലെ അവർ തിന്മ ചെയ്യുമ്പോൾ നരകത്തിലേക്ക് പോകാൻ അർഹപ്പെടുന്നു. നാമും തിന്മ ചെയ്യുമ്പോൾ നരകത്തിലേക്ക് പോകാൻ അർഹപ്പെടും പോലെ അവരും തിന്മ ചെയ്യുമ്പോൾ നരകത്തിലേക്ക് പോകാൻ അർഹപ്പെടുന്നു. അവരും നന്മ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പോകാൻ അർഹപ്പെടുകയും ചെയ്യുന്നു. അതൊക്കെ ഖുർആൻ സ്ഥിരീകരിക്കപ്പെട്ടതായ യാഥാർത്ഥ്യമാണ്. അതെ, ഞാൻ നേരത്തെ ഓതി വെച്ചതായ സൂറത്തിൽ വന്ന മിന്നൽ മുസ്ലിമൂന ഒമിന്നൽ ഖാനിതൂന വന്ന മിന്നൽ മുസ്ലിമൂന ഒമിന്നൽ ഖാസിതൂന ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദാ. ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളല്ലാത്ത നീതി പുലർത്താത്തവരുമുണ്ട്. വകുന്ന തറായിഖ ഫഉലൈക തഹറൗ റഷദാ. സഹോദരന്മാരെ, നാം ചർച്ച ചെയ്തുകൊണ്ടുവരുന്നതായ ജിന്ന് എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥിരം വിഷയമായ ഇസ്ലാമിക ചികിത്സയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ മുഖവുര നൽകുന്നത്. പിന്നെ ദീർഘിച്ച ഒരു ക്ലാസ് കേട്ട ശേഷം നിങ്ങളെ പ്രയാസമുള്ള വിഷയം പറഞ്ഞുകൊണ്ട് മുഷിപ്പിക്കണ്ട എന്ന് കരുതിയും കൊണ്ട് പുതുമ നൽകാത്തതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരണം കേൾക്കുകയും ചെയ്യാം. മരണം, അപ്രകാരം തന്നെ കണ്ണീർ, അപ്രകാരം തന്നെ പിശാച്ച്, അപ്രകാരം തന്നെ ഇബ്ലീസ്, ഇതിനെക്കുറിച്ചെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരണം കേൾക്കാം. എന്നാൽ അള്ളാഹു പറയുന്നു, വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂന ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദാ. മുസ്ലിങ്ങളായവർ ഞങ്ങളുടെ കൂട്ടത്തിൽ അവരാണ് നന്മ കണ്ടെത്തിയവർ, അവരാണ് സൂക്ഷ്മത പാലിച്ചവർ. ഇതും ജിന്നുകൾ പറഞ്ഞ ഭാഗങ്ങളാണ് ജിന്ന് സൂറത്തിൽ കേൾക്കാൻ പോകുന്നത് പോലെ. അതുപോലെ തന്നെ ജിന്ന് നമ്മേക്കാൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നതുകൂടി ചിലപ്പോൾ നാം പറഞ്ഞതിൽപ്പെട്ടതായിരിക്കാം.
ഇക്കൂട്ടത്തിൽ പഠിക്കൽ അനിവാര്യമാണ്. വിഷയം ജിന്നാണല്ലോ. ജിന്ന് നമ്മേക്കാൾ മുമ്പുള്ളവരാണ്. അതിന് പല തെളിവുകളുമുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള തെളിവ് എന്ത് പറഞ്ഞു? മലക്കുകൾ ഞാൻ ആദമിനെ സൃഷ്ടിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഭൂമിയിൽ മുമ്പ് നീ സൃഷ്ടിച്ച ആ ജിന്നുകൾ കാട്ടുന്ന കൂന്താട്ടങ്ങളും തോന്നിവാസങ്ങളും കണ്ടില്ലേ റബ്ബേ? അങ്ങനെയുള്ള ചോര പിച്ചു ചീന്തുന്ന, അല്ലെങ്കിൽ കൊലയും തോന്നിവാസവും അക്രമവും അനീതിയും കാട്ടുന്ന വിഭാഗത്തെയാണോ നീ ഇനിയും കൂടി സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് എന്ത് ചെയ്തു? മലക്കുകൾ പ്രതിഷേധിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ അറിയുന്നു, നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതെ സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ വൽജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു, എന്തിൽ നിന്ന്? മിൻ നാരി സമൂം. അവർക്ക് മുമ്പ് നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ആരെ? പണ്ട് തന്നെ സൃഷ്ടിച്ചുണ്ട് ജിന്നുകളെ. തീയാലെ, തീയിലൂടെ, ലഹബിലൂടെ നാം കേട്ടതുപോലെ. അപ്പോൾ നമ്മെക്കാളും മുമ്പ് ഇവിടെ ഭൂമിയിൽ കുടിയേറിപ്പാർത്ത താമസിക്കുന്ന വിഭാഗമായിരുന്നു ആര്? ജിന്നുകൾ എന്നതുകൂടി നാം കൂട്ടത്തിൽ പഠിക്കണം. പിന്നെ നാം പഠിക്കേണ്ട ഭാഗത്തിൽപ്പെട്ടതാണ്, നാം അവരെ കാണൂല, അവർ നമ്മെ കാണും. നാം അവരെ കാണൂല, അവർ നമ്മെ കാണും. അതുകൊണ്ട് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഗൈബിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, മറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ്, നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്തതായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ നിർബന്ധമാണ് വിശ്വസിക്കൽ. കാരണം ഖുർആൻ 88 പ്രാവശ്യം ശൈത്താൻ എന്ന പദത്തിലൂടെയും അപ്രകാരം തന്നെ 40ഓളം പ്രാവശ്യം ജിന്നി എന്ന പദത്തിലൂടെയും ളിംനിയൻ 31 പ്രാവശ്യം ഒരു സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്തപ്പോഴും 11 തവണ ഇബ്ലീസ് എന്ന പദപ്രയോഗം നടത്തിയപ്പോഴും അങ്ങനെ ഖുർആനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടത യാഥാർത്ഥ്യം ബുദ്ധിക്ക് യോജിച്ചില്ല എന്ന പേരിൽ CN അഹമ്മദ് തള്ളിയതുപോലെ തള്ളാൻ പറ്റൂല നമുക്ക്, അല്ലേ? നമ്മുടെ നാട്ടിലില്ലാത്ത ഒന്നുമില്ല എന്ന് ഞാൻ രസത്തിലാണെങ്കിലും പറയാറുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ. അക്കൂട്ടത്തിൽ കേരളത്തിൽ ജിന്ന് നിഷേധികൾ ഉണ്ടായി. ജിന്നില്ല എന്ന് പറയുന്ന വിഭാഗമുണ്ടായി. അങ്ങനെയുള്ള ആ തത്വം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖുർആൻ പരിഭാഷ തന്നെ എഴുതപ്പെട്ടു. ആ ഖുർആൻ പരിഭാഷയ്ക്ക് എന്ത് കിട്ടി? കേരള ഗവൺമെൻറ് അവാർഡ് കിട്ടി. ആദ്യമായിട്ട് മലയാള ലിപിയിൽ എഴുതപ്പെട്ട ഖുർആൻ പരിഭാഷയിൽപ്പെട്ടതാണ് ആ പരിഭാഷ. അറബി മലയാളത്തിലല്ല. നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തുണ്ട്? അപകടം ഉണ്ട്. അതിനുശേഷം ചില സംഘടനക്കാർ ഖുർആൻ പരിഭാഷപ്പെടുത്തി എൻ്റെ ഓഫീസിലേക്ക് അതിൻ്റെ ഒരു കോപ്പി കൊണ്ടു തന്നു. സൂറത്തുൽ ബഖറ മാത്രമാണ് ആദ്യത്തെ വാല്യം. ഞാൻ പരിശോധിച്ചു. പെട്ടെന്നുള്ളൊരു നോട്ടത്തിൽ തന്നെ ഈ പറയുന്ന ജിന്ന് നിഷേധിയായ CN അഹമ്മദ് മൗലവിയുടെ ആദർശവുമായിട്ട് ചില ചായ്വുണ്ട് ഈ പരിഭാഷക്കെന്ന് അപ്പം തന്നെ എനിക്ക് തോന്നി. അയാളോട് ഞാൻ പറഞ്ഞു, ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളുക എന്നുള്ള തത്വം നിങ്ങൾ ഈ പരിഭാഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ എന്തിനാണിത് പറയുന്നു? അത്തരം പരിഭാഷകളൊക്കെ നമ്മുടെ ഇടയിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മുടെ ഈമാൻ കൊന്നുകയറും. മറഞ്ഞ കാര്യങ്ങളിലുള്ള വിശ്വാസം ഈമാനിൻ്റെ പ്രധാന ഭാഗമാണ്. അല്ലദീന, ഖുർആന്റെ തുടക്കം തന്നെ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ സൂറത്ത്, രണ്ടാമത്തെ സൂറത്ത് ഖുർആനിൽ അതെന്താണ്? സൂറത്തുൽ ബഖറയാണ്. അതിൽ അല്ലാഹു പറയുന്നു, ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മറഞ്ഞ ദൃഷ്ടിയിൽപ്പെടാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ജിന്ന് കണ്ണിൽ കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ല എന്ന് പറയൽ, അത് പണ്ടാരോ യുക്തിവാദി ചോദിച്ചല്ലോ, യുക്തിവാദിയോട് ചോദിക്കപ്പെട്ടല്ലോ, നിനക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട്? നിന്റെ ബുദ്ധി നീ കാണിച്ചു തരും. എവിടെയാണ് ബുദ്ധി? ബുദ്ധി കാണുമോ? അപ്പോൾ കാണാത്തതില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിയില്ല നീ പറയേണ്ടി വരുമെന്ന് പറഞ്ഞു പോലോ. എന്നതുപോലെ കാണാത്തതൊക്കെ ഇല്ല എന്ന് പറയൽ വിഡ്ഢിത്തമാണ്. എന്തൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്തതുണ്ട് ഈ ഭൂമിയിൽ തന്നെ. അതെ,
അല്ലാഹു പറയുന്നു ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും ഇന്നാ ജഅൽന അശ്ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. ഇന്നഹു പിശാച്ച് അല്ലെങ്കിൽ ജിന്ന്, യറാകും ഹുവ വഖബീലുഹു, നിങ്ങളെ അവനും അവൻ്റെ കൂട്ടുകാരും കാണുന്നുണ്ട്. അവൻ്റെ കബീലയും തറവാട് എന്നാണ് എൻ്റെ അർത്ഥം, കബീലയ്ക്ക്. അപ്പോൾ ജിന്ന് കേൾക്കാൻ പോകുന്നത് പോലെ തറവാടുണ്ട്, കബീലയുണ്ട്, ശൃംഖലയുണ്ട്, മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, നമ്മെ പോലെ തന്നെ. അതിലൊന്നും ചേഞ്ചില്ല ജിന്നിൽ. മനസ്സിലായില്ലേ? മിൻ ഹൈതു ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത രൂപത്തിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട്. സഹോദര സഹോദരിമാരെ, പറഞ്ഞു വരുന്നത് അവർക്ക് അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു, പിശാചിനെയും അവൻ്റെ സന്താനങ്ങളെയും നിങ്ങൾ ചെയ്യുകയാണോ, കാട്ടുകയാണോ, ഔലിയാ മിൻ ദൂനി, ഞാനല്ലാതെ എന്നെ കൂടാതെ, അള്ളാഹു ചോദിക്കുകയാണ്, എന്നെ കൂടാതെ ഔലിയാ ആക്കി മാറ്റുകയാണോ? കാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്നവരെന്നാണ് ഔലിയ എന്ന അർത്ഥത്തിൽ വാക്കിന് ഇവിടെ അർത്ഥം. അതെ, അല്ലെങ്കിൽ മിത്രങ്ങളാക്കുകയാണോ എന്നും അർത്ഥമുള്ള ഭാഗങ്ങളുണ്ട് ഖുർആനിൽ. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ബുദ്ധിമാന്മാരുണ്ട്. തക്ലീഫ് നൽകപ്പെടാൻ തന്നെ കാരണം ബുദ്ധിയുള്ള ഒരായത് കൊണ്ടാണല്ലോ എന്ന് മാത്രമല്ല, ചിന്തിക്കുന്നവരും പഠിക്കുന്നവരുമുണ്ട്, ഗവേഷണം ചെയ്യുന്നവരുമുണ്ട് എന്നൊക്കെ ഖുർആനിൻ്റെ സൂചനകൾ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതായ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അള്ളാഹിൻ്റെ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് 31 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നിന് വേണ്ടിയും നമുക്ക് ഇൻസാകുന്ന നമുക്ക് വേണ്ടിയും ഇറക്കിയതായ ഖുർആനിലുള്ളതായ സൂറത്തുർ റഹ്മാൻ എന്ന സൂറത്തിൽ നമ്മോട് ചോദിക്കും പോലെയാണ് അവരോട് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ നാളെ ആ സൂറത്തുർ റഹ്മാൻ ഒന്ന് വായിച്ചു നോക്കുക. സൂറത്തുർ റഹ്മാനിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു 31 തവണ ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. മറജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. രണ്ട് സമുദ്രം നല്ല രസമുള്ള, കുടിക്കാൻ ഉപ്പ് രസമല്ലാത്ത, നല്ല കുടിക്കാൻ രസമുള്ള, അഴുവായ, തെളിഞ്ഞ, നാം കുടിക്കുന്ന വെള്ളം പോലത്ത അങ്ങനെയുള്ള വെള്ളം, ആ വെള്ളം ഉപ്പ് വെള്ളമാകുന്ന കടലിൽ നമുക്ക് അനുഭവമുള്ള കേരളക്കാർക്ക് പ്രത്യേകിച്ച് ആ രണ്ട് വെള്ളം, രണ്ട് രൂപത്തിലുള്ള കടലുകൾ, പുഴകൾ പരസ്പരം അല്ലാഹു പറയുന്നു മറജൽ ബഹറൈനി യൽതഖിയാൻ, പരസ്പരം യോജിക്കുന്ന, കണ്ടുമുട്ടുന്ന, ഇവിടുന്ന് തിരമാല അങ്ങോട്ടേക്ക്, അവിടുന്ന് തിരമാലകൾ ഇങ്ങോട്ടേക്ക്, അല്ലേ, കാണാറില്ലേ? എന്നിട്ടോ അല്ലാഹു പറയുന്നു ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, ആ ഉപ്പുവെള്ളം രസമുള്ള വെള്ളവുമായിട്ട് ആക്രമിക്കാതെ, പരസ്പരം കലരാതെ ഇരിക്കാൻ നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാത്ത അത്ഭുത തടസ്സം നാം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലയോ മനുഷ്യന്മാരെ, ബുദ്ധിജീവികളെ, അല്ലയോ ജിന്നുകളെ, ബുദ്ധിജീവികളെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ, അത് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച്? അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ, പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരോട്, മനുഷ്യന്മാരോട്, ബുദ്ധിജീവികളായ മനുഷ്യന്മാരോട് ചോദിച്ച, നിങ്ങൾ നോക്കൂ സൂറത്തുർ റഹ്മാനിൽ അങ്ങനെയുള്ള 31 തവണയുള്ള ചോദ്യങ്ങൾ അവരോടും അവ ചോദിക്കൂലല്ലോ, അവരതിന് അർഹപ്പെട്ടവരല്ലെങ്കിൽ. അപ്പോൾ അവരതിന് അർഹപ്പെട്ടവരാണ്. അത് അത്ഭുതമാണ് നാം കാണുന്നു. അള്ളാഹുവിൻ്റെ, ഞാൻ പറഞ്ഞു, ഇറാഖിലേക്ക് ഞാൻ കയറിയ കപ്പൽ എത്തിയപ്പോൾ ദ്വാരക എന്ന കപ്പൽ 41 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നിന്നിട്ട് സൗദി അറേബ്യയിലേക്ക് പഠിക്കാൻ വേണ്ടി വന്ന യാത്ര അതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ്വാരക എന്ന കപ്പൽ മുഗളന്മാരുടെ കപ്പലാണ്. എഡനിലേക്കും മസ്കത്തിലേക്കും ബഹ്റൈനിലേക്കും അപ്രകാരം കുവൈറ്റിലേക്കും ഇറാനിലേക്കുമെല്ലാം പോയ ശേഷം ഇറാൻ കഴിഞ്ഞിട്ട് ഓർക്കുന്നില്ല, ദജ്ല പുഴയോ മറ്റോ അവിടെ ഒഴുകുന്നതായ ഒരു മഹാസമുദ്രം തൻ്റെ അറ്റത്തേക്ക് എത്തിയപ്പോൾ കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു ഞങ്ങളോട്, ഇപ്പോൾ നിങ്ങൾ വെള്ളം പരിശോധിക്കൂ എന്ന്. അങ്ങനെ ഞങ്ങൾ പൈപ്പ് തുറന്നു, ഇത് ഉപ്പ് വെള്ളമാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിപ്പോൾ പരിശോധിച്ച് നോക്കൂ എന്ന്. അപ്പോൾ പൈപ്പ് തുറന്നപ്പോൾ പൈപ്പിങ് നടക്കുന്നുണ്ട് കപ്പൽ നെട്ടിമീതെ, കേട്ടോ, അത് കപ്പലുകളിലുള്ള സൗകര്യങ്ങളാണ്. തുറന്നു നോക്കുമ്പോൾ എന്തായിരുന്നു? രസമുള്ള വെള്ളമാണ്. അതെന്തിനാണ് അദ്ദേഹം ചെയ്തത്? നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ചരിത്രം പഠിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. അപ്പോൾ
നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളാകുമ്പോൾ അങ്ങനെയല്ല. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ അത്ഭുതം കണ്ടിട്ടില്ലേ? ആ കഴിവ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ അള്ളാഹിലേക്ക് എത്താൻ, അള്ളാഹിലേക്ക് ഓടിയെത്താൻ, അള്ളാഹിൻ്റെ ആ അത്ഭുത, അള്ളാഹുവിൻ്റെ ആ ഇജാസുകൾ പഠിച്ച്, അമാനുഷികത്തെ കഴിവ് പഠിച്ച്, ഷിട്ടാവനല്ലാതെ ഷിട്ടിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ പഠിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട്, നിങ്ങൾ നേരത്തെ കേട്ട നമസ്കാരത്തിൽ ഭയപ്പെടാൻ, നോമ്പിലും ഹജ്ജിലും എല്ലാം അള്ളാഹിനോട് ഭക്തിയോടുകൂടി അങ്ങനെയുള്ള അമൽ ചെയ്യാൻ അത് പ്രേരണ നൽകണം എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. അതാരോടും പറഞ്ഞു? നമ്മോട് പറയും പോലെ ജിന്നിനോടും പറഞ്ഞു. അതുകൊണ്ട് അവരിൽ എന്തുണ്ട് നാം പഠിച്ചു? ബുദ്ധിജീവികളുണ്ട്, അതുപോലെ തന്നെ കാഫിര്യങ്ങളുണ്ട്, മുനാഫിക്കങ്ങളുണ്ട്, ഗ്രൂപ്പീസത്തിൻ്റെ ഉടമകളുണ്ട്, ഫാസിഖീങ്ങളുണ്ട്, എല്ലാം അവരുടെ ഇടയിലുണ്ട്. സഹോദര സഹോദരിമാരെ, അതുപോലെ തന്നെ അതിന് വേറെയും തെളിവുണ്ട്. ഖുർആനിൽ തെളിവുകൾ ധാരാളമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ സാമ്പിൾ മാത്രം വെക്കാണ്. പറഞ്ഞല്ലോ 88 പ്രാവശ്യമാണ് പിശാച് എന്നുള്ള പദം വന്നത്, 40ഓളം പ്രാവശ്യം ജിന്ന് എന്ന പദവും. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നു, നോക്കൂ, ഈ ഖുർആനെ കുറിച്ച് വെല്ലുവിളി പറഞ്ഞപ്പോൾ അവിടെ ജിന്നിനെയും ഇൻസിനെയും വെവ്വേറെ തന്നെ പറഞ്ഞു. അല്ലയോ മനുഷ്യരാശിയെ, അല്ലയോ ജിന്ന് വർഗമേ, നിങ്ങൾ 2 വിഭാഗവും ഒരുമിച്ച് കൂടിയിട്ട്, നമ്മേക്കാളും കൂടുതലാണ് കേട്ടോ, അവർ നമ്മേക്കാളും കൂടുതലാണ്. അതിസ്തക്സർതും മിനൽ ഇൻസി, ഖുർആനിൽ എങ്ങനെ? അതിസ്തക്സർതും മിനൽ ഇൻസി, മനുഷ്യന്മാരെക്കാളും കൂടുതലാണ് ജിന്നുകൾ കേട്ടാ. നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടും, ജിന്നും മനുഷ്യന്മാരും, എന്നിട്ട് ഇതുപോലത്തെ ഖുർആൻ കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ സാധിക്കൂല. ഈ വിളി അന്ന് റബ്ബ് നൽകിയപ്പോൾ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലൂടെ നൽകിയപ്പോൾ ആരെയും ഉൾക്കൊള്ളിച്ചു? ജിന്നിനെയും ഉൾക്കൊള്ളിച്ചു. അപ്പോൾ ജിന്ന് എന്ന സമൂഹം നമ്മെപ്പോലെ തക്ലീഫുള്ളവരും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും ചിന്തിക്കുന്നവരവരുടെ കൂട്ടത്തിലുള്ളവരും ആയതുകൊണ്ടല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ പറയൂലല്ലോ. സഹോദരന്മാരെ, സഹോദരികളെ, പിന്നെ ഖുർആനിൽ ഈ പറഞ്ഞ വെല്ലുവിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ഖുർആനല്ല. ചില സ്ഥലത്ത് ഫഅ്തു ബി അശ്രി സൂവരിൻ മിസ്ലിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഅ്തു ബി സൂറത്തിൻ മിസ്ലിഹി എന്നല്ലേ, ഇല്ലേ? ഒരു സൂറത്തെങ്കിലും ഇതുപോലത്തത്, ഇതിലുള്ള ഒരു സൂക്തമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. എന്ത് വിഷയത്തിൽ? ഈ ഖുർആനിനുള്ളതായ അമാനുഷികത്വ കഴിവ് പോലെയുള്ള കഴിവ് മനുഷ്യന് സാധിക്കാത്തൊരു ഇജാസ് ഖുർആനിനുണ്ട്. അത് നമുക്കിങ്ങനെ വായിക്കുമ്പോൾ കണ്ണുപൊട്ടനും ഹൃദയപൊട്ടനുമായി ഇവിടെ ജീവിച്ച താഹ ഹുസൈൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഈജിപ്തിൽ. അദ്ദേഹം സാഹിത്യകാരനാണ്, അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഖുർആനൊക്കെ എഴുതാൻ പറ്റും, കാരണം ഓതുമ്പോൾ തോന്നാണ് നല്ല ലളിത ശൈലിയാണ്. ഖുർആൻ്റെ ശൈലി എങ്ങനെയാണ്? ഓതുമ്പോഴേ അറബി ഭാഷ പഠിച്ചിട്ടാണ് ഓതുന്നതെങ്കിൽ അതിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്ന ശൈലിയുണ്ട്. ഒരു സൂറത്തിൽ തന്നെ 4 or 5 പ്രാവശ്യം വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദ്ദകിർ, ചിന്തിക്കുന്നവർക്ക് നാം ഈ ഖുർആനിനെ ലളിതമാക്കി എളുപ്പമാക്കിയാണ് ഇറക്കിയത്. ആരുണ്ട് പഠിക്കാൻ മുമ്പോട്ട് വരുന്നവര്? ആരുണ്ട് ചിന്തിക്കാൻ മുന്നോട്ട് വരുന്നവര്? അള്ളാഹ് മാടി വിളിക്കുകയാണ്, ഫഹൽ മിൻ മുദ്ദകിർ, ആരുണ്ട് ചിന്തിക്കാൻ വരുന്നവര്? ചിന്തിച്ച് മുന്നോട്ട് ഖുർആൻ പഠിക്കാൻ വരുന്നവരാരുണ്ട്? അതുകൊണ്ട് നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി അള്ളാഹു പറയുന്നു, വരട്ടെ, വയസ്സ് 50 വിരോധമില്ല. നിങ്ങൾ മനസ്സിലാക്കിയത് ബാല്യക്കാർ മാത്രമാണ് ഇസ്ലാം പഠിച്ചതെന്നും ഖുർആൻ പഠിച്ചതെന്നാണോ? അല്ല, നമ്മുടെ നേതാക്കളായ അബൂബക്കറും നമ്മുടെ നേതാക്കളിൽപ്പെട്ടതായ ഉസ്മാനും ഇവരെല്ലാം വലിയ വലിയ വയസ്സും പ്രായവുമായ ശേഷമാണ് അവർ ഖുർആൻ വായിക്കുന്നതും ഖുർആൻ പഠിക്കുന്നതും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതും ഖുർആൻ നടപ്പാക്കുന്നതും ഖുർആൻ ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടുന്നതും ഖുർആൻ്റെ കോപ്പി തന്നെ ആദ്യമായിട്ട് ഭൂമിയിൽ എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് പരിപാടി നടത്തിയവരെല്ലാം ആരാണ്? വയസ്സും പ്രായമായ ശേഷമാണ്. അതുകൊണ്ട് വയസ്സും പ്രായമായി പോയല്ലോ, ഇപ്പോൾ എങ്ങനെ പഠിക്കാൻ പറ്റും എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ നടക്കുന്നുണ്ട് ക്ലാസ്. അതുപോലെ തന്നെ ഹറമിൽ ചെന്നാൽ യൂസുഫ് നിങ്ങളുടെ പേര് യഹ്യ മൗലവി പോലത്തവരൊക്കെ അവിടെ ഹറമിലുള്ളതായ ഹലക്കകളിൽ ഇരുന്നു കൊണ്ട് ക്ലാസ് എടുക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടു. എന്ത് ക്ലാസ്?
ഖുർആൻ വെറും ഖുർആനിൻ്റെ അക്ഷര തെറ്റുകൾ പിഴവുകൾ നീക്കി മാറ്റി അള്ളാഹിൻ്റെ കലാം ഓതാൻ പഠിക്കാനുള്ളതായ ചുറ്റുപാട്. മദീനയിൽ താമസിച്ചിട്ട് വരെ ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവനേക്കാളും വലിയ നഷ്ടപ്പെട്ടവൾ വരാരുമില്ല. ശ്രദ്ധിക്കണം. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ യാസർ മൗലവിയുടെ ക്ലാസ് വെച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി, ഖുർആൻ നന്നായി പഠിക്കാനുള്ളതായ ചാൻസ് ലഭിക്കാൻ വേണ്ടി. ഇതൊരു മഹാ ചാൻസാണ്. സുബ്ഹാനല്ലാഹ്. പലയിടങ്ങളിൽ നിന്നിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സഹാബാക്കളെ അയച്ചു തരണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ അടുക്കൽ കബീലക്കാർ അയക്കാറുണ്ടായിരുന്നു. പലയിടങ്ങളിലേക്കും റസൂലുള്ളാഹ് മദീനയിൽ നിന്നിട്ട് അയക്കാറുണ്ടായിരുന്നു. അവർ പോയി അവിടെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പോയ കൂട്ടത്തിൽ ചിലർ ഇനി പോകുന്ന പോക്ക് കണ്ടപ്പോൾ വഞ്ചിച്ചിട്ട് ഖുർആൻ മനപ്പാടമുള്ളവരെ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെയുള്ള സുഫത്തിൻ്റെ അയലുകാരെന്ന പേരിൽ അറിയപ്പെട്ടതായ മദീനത്തെ പള്ളിയുടെ അകത്ത് തിണ്ണയിൽ വെറും ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതായ വീടുകളിൽ മഴ വർഷിച്ചാൽ അവിടെ തലയിലേക്ക് തട്ടും. ആ സൈസിലുള്ളതായ വീടുകളിൽ താമസിച്ചു കൂടിയതായ മുമ്പന്മാരായ 70ഓളം സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഖുർആനും 100-ൽ പരം സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് 70ഓളം ഖുർആൻ മനപ്പാടമിട്ട സഹാബാക്കളെ ഇവിടെ നിന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ റിയാദ് ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ബുറൈദ ഭാഗത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച വാർത്ത ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? അവരെ വഞ്ചിച്ചു കളഞ്ഞു. വഞ്ചിച്ചെന്ത് ചെയ്തു? അവരെ വധിച്ചു കളഞ്ഞു. ഖുർആൻ മനപ്പാടമാക്കിയതായ സഹാബാക്കളെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ത്? നിങ്ങൾക്ക് ഇഹ്ദൽ ഹുസനൈൻ, ഒന്നിരിക്കലോ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് ഇവിടെ ഓടിച്ചെല്ലാൻ പറ്റുക ഷഹീദാരിലൂടെ, അല്ലെങ്കിൽ വിജയം നേടുക. രണ്ടായാലും ഹുസ്ന എന്ന പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്. നന്മയിൽ രണ്ടൊരു ഭാഗം. അതിൽ ഹറാം ഇബ്നു മിൽഹാൻ ആണ് എഴുത്തുകൊണ്ടുപോയി കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എഴുത്ത്. ആ എഴുത്ത് വാങ്ങിയ ഉടനെ തന്നെ ഹറാം ഇബ്നു മിൽഹാനെ കടാരി കൊണ്ട് എന്ത് ചെയ്തു? വഞ്ചിച്ചു കൊന്നുകളഞ്ഞു. അദ്ദേഹം എഴുത്തു കൊടുത്തപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടി വരുന്ന കടാരിയുടെ സൈഡാണ്. അത് പിടിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥിരം തെറ്റി വീണു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ പദം എന്താണ്? ഫുസ്തു റബ്ബിൽ കഅബ. ഫുസ്തു റബ്ബിൽ കഅബ. കഅബയുടെ റബ്ബിനെ തന്നെയാണ് ഞാൻ വിജയിച്ചു പോയി. കാരണം അവരുടെ ജീവിത ലക്ഷ്യം അതാണ്. എന്ത്? പരലോകമോക്ഷം. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തി എന്നതുകൊണ്ട് ആ കടാര് പിടിച്ച് പറയുകയാണ് ഫുസ്തു റബ്ബിൽ കഅബ. ഇത് സഹീഹായ ഹദീസിലുള്ളതാണ്, സഹീഹിലുള്ളതാണ് ഈ സംഭവം. ഈ സംഭവത്തിൻ്റെ വിശദീകരണത്തിൽ ചരിത്രത്തിൽ കാണുന്നു, ഇത് ഈ കേട്ട മനുഷ്യൻ അല്ലെങ്കിൽ ഈ കടാരി കൊണ്ട് കുത്തിയ മനുഷ്യൻ പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളോട് ചോദിച്ചു പോലോ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തെ ഞങ്ങൾ കൊന്ന വേളയിൽ ഞാൻ വിജയിച്ചു എന്ന്. അപ്പോൾ അദ്ദേഹം വിജയിച്ചു എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞ വാഗ്ദാനമാണ്, ഖുർആൻ പറയുന്ന വാഗ്ദാനമാണ്. അള്ളാഹിൻ്റെ വഴിയിൽ പോരാടി ഷഹീദായാൽ നേർക്കുനേരെ സ്വർഗത്തിലേക്ക് പറന്നു ചെല്ലാൻ പറ്റും എന്നത്. അതുകൊണ്ട് അദ്ദേഹം വിജയിച്ചു എന്നത് അദ്ദേഹത്തിന് റസൂലുള്ളാഹിൻ്റെ വാക്കിലൂടെ ഖുർആനിലൂടെ ഉറപ്പായ ആ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയതെന്ന് കേട്ടപ്പോൾ ആ മനുഷ്യനും എന്ത് ചെയ്തു? പിന്നെ മുസ്ലിമായി എന്ന വാർത്ത ചരിത്രത്തിൽ കണ്ടു. സംഭവിച്ചിരിക്കാം, അത്ഭുതമില്ല അതിലൊന്നും. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ മനപ്പാടമാക്കിയ വിഭാഗം ഇവിടെ മനുഷ്യന്മാരെ പോലെ ജിന്നുകൾക്കും റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ വന്നുകൊണ്ട് ഖുർആൻ കേൾക്കണമെന്ന പൂതിയുണ്ടായതും, എന്നിട്ട് മുസ്ലിങ്ങൾ എന്നിട്ട് മുഹാജിറുകൾ, മുമ്പന്മാരായ മുഹാജിറുകൾ ഈ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് മുമ്പന്മാരുടെ കൂടെ പെട്ടുകൊണ്ട് നേടിയതുപോലെ ഞങ്ങൾക്കും വേണം, ജിന്നുകൾക്കും വേണം, മുൻപന്മാരുടെ കൂടെ പെട്ടുകൊണ്ട് സഹാബാക്കൾ ആവുക എന്ന് തീരുമാനിച്ച ഒരു വിഭാഗം ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി എന്ന ആ ജിന്ന് സൂറത്തിലൂടെ അല്ലാഹു വിവരിക്കുമ്പോൾ ജിന്ന് വരെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ഇരുന്നിട്ട് ഈ ഖുർആനിനെ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ഇറാഖിൽ നിന്നിട്ട് വന്ന ജിന്നുകൾ ഇറാഖിലേക്കും, നസീബീനിൽ നിന്നിട്ട് വന്ന ജിന്നുകൾ നസീബീനിലേക്കും, എവിടെയെല്ലാം അവരുടെ കബീലകൾ താമസിക്കുന്നുണ്ടോ ആ നാടുകളിലേക്കെല്ലാം അവർ വീണ്ടും മടങ്ങിപ്പോയിട്ട് ആ കേട്ടതായ ഖുർആനിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ ആ പരിശ്രമം മദീനയിൽ ഇരുന്നിട്ട് കേൾക്കുന്നവരെ അതേ ഖുർആൻ പഠിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ
മുമ്പിൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ അതേ ഖുർആൻ പഠിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ മസ്ജിദ് നബവിയുടെ അകത്ത് ഹലഖാത്തുകൾ ഉണ്ടാകുമ്പോൾ അതും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങൾക്ക് വീഴ്ച വരുത്തിയതിനെ കുറിച്ച് ചോദ്യം ചെയ്താൽ ഞങ്ങൾക്ക് 60 വയസ്സായതുകൊണ്ടും 70 വയസ്സായതുകൊണ്ടും 40 വയസ്സായതുകൊണ്ടും ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ളത് കൊണ്ടും ഖുർആൻ പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്താൻ സാധിക്കുമോ? ചിന്തിക്കേണ്ട കാര്യമാണ്. അതെ, നിർബന്ധമായി ഒരു മുസ്ലിം പഠിക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യാറുണ്ട്? ഖുർആനിൻ്റെ മറ്റു ഭാഗങ്ങൾ അവഗണിക്കുന്ന ശൈലി കാണാറുണ്ട്, നിസാരപ്പെടുത്തുന്ന ശൈലി കാണാറുണ്ട്. അരുത് അരുത് അരുത്. നാം സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതിയാൽ പോരാ, നമുക്ക് ആയത്തുൽ കുർസി ഓതേണ്ടതുണ്ട്, ആമന റസൂൽ ഓതേണ്ടതുണ്ട്, മുഅവ്വദത്തൈൻ ഓതേണ്ടതുണ്ട്, ഖുൽ ഹുവല്ലാഹ് ഓതേണ്ടതുണ്ട്. ഇഖ്ലാസിന്റെ വേറെയും ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് ഇഖ്ലാസി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതേതാണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന സൂറത്ത് ഓതേണ്ടതുണ്ട്. ചെറിയ ചെറിയ സൂക്തങ്ങൾ നമുക്ക് മനപ്പാഠമോടേണ്ടതുണ്ട്. എന്തിനാണ്? നാം എന്നും 5 വഖ്ത് നിസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ചെറിയ സൂറത്ത് ഓതൽ നിർബന്ധമുണ്ട്. ആ നിർബന്ധം വാജിബുണ്ട് എന്ന് പറയുന്ന മദ്ഹബുകൾ നാം കാണാം. അത് നാം നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? നാം ഖുർആനിൻ്റെ ചെറിയ സൂക്തങ്ങളെങ്കിലും മനപ്പാഠമിട്ടിരിക്കണം. അതുകൊണ്ട് ഇവിടെ 10 കൊല്ലം താമസിച്ചവർ, 5 കൊല്ലം താമസിച്ചവർ, വേണ്ട 1 കൊല്ലം താമസിച്ചവർ 360 ദിവസത്തിലൂടെ അവർ ഒരു ദിവസത്തിൽ ഒരായത്താണ് മനപ്പാഠമാക്കുന്നതെങ്കിൽ അവർക്ക് ആ കൊല്ലത്തിലൂടെ, ആ വർഷത്തിലൂടെ എത്രയായിരം ആയത്തുകൾ മനപ്പാഠമാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. 360 ആയത്ത് 360 ദിവസത്തിലൂടെ പാടാക്കാം. അപ്പോൾ 10 വർഷത്തിലൂടെ എത്രയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ അള്ളാഹിന്റെ മുമ്പിൽ ഒഴിവ് കിഴിവ് പറഞ്ഞ് തടികൈച്ചിലാക്കാനുള്ള ചുറ്റുപാട് നമ്മുടെ മുമ്പിലില്ല. എന്തുകൊണ്ട്? ജിന്നിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതുപോലെ ഇൻസിനെ കുറിച്ചും അല്ലാഹ് ഒരേ ആയത്തിൽ പറഞ്ഞു, ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹിനെ ആരാധിക്കാനാണ്, നമസ്കരിക്കാനാണ്, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനാണ്, അള്ളാഹ്ക്ക് നേർച്ചയാക്കാനാണ്, അള്ളാഹ്ക്ക് അറക്കാനാണ്, അള്ളാഹ്ക്ക് ജീവിക്കാനാണ്, അള്ളാഹ്ക്ക് മരിക്കാനാണ്, അള്ളാഹിന്റെ വിധി വിലക്കുകൾ നടപ്പാക്കി അള്ളാഹിന്റെ ഭൂമിയിൽ ജീവിക്കാനാണ്. അള്ളാഹിന്റെ ഭൂമിയിലുള്ള ഭക്ഷണം, അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹ് ഇറക്കിയ വസ്ത്രം, അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹ് ഇറക്കിയതായ ഓക്സിജൻ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ് ഇറക്കിയതായ വെള്ളം, ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളിയും. പക്ഷേ നിങ്ങൾക്കത് ഹലാലാവണമെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കണം എന്ന് ഖുർആൻ പറഞ്ഞ തത്വങ്ങൾ മറക്കാൻ പാടില്ല. ജിന്നുകൾക്കുള്ള കൽപ്പനകളെ കുറിച്ച് കേൾക്കുമ്പോൾ, ജിന്നുകൾ ആരാണെന്ന് പഠിക്കുമ്പോൾ, ഇവിടെ ആ അള്ളാഹുവിൻ്റെ ദൂതരുടെ പരിസരത്തിൽ ജീവിച്ച സഹാബാക്കൾ തിണ്ണയിൽ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു വരികയായിരുന്നു നാം. ആ തിണ്ണയിൽ താമസിച്ചതായ ആ സഹാബാക്കൾ, തിണ്ണ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? സുഫ അല്ലേ? സുഫത്തിൻ്റെ അയലുകാരെന്നാണ് നാം പഠിച്ചു വരാറുള്ളത് അവരെ കുറിച്ച്, അല്ലേ? എന്തിനാണ് നാം സുഫത്തിൻ്റെ അയലുകാരെ കുറിച്ച് പറഞ്ഞു? ഓർക്കുന്നുണ്ടോ? ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പോയ സഹാബാക്കളെ കഥ ഞാൻ പറഞ്ഞു. എന്നിട്ട് തിണ്ണയിൽ നിന്നിട്ടാണ് അവിടേക്ക് പോയത്. അവരെല്ലാം ഇവിടെ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ നിന്നിട്ട് ഖുർആൻ പഠിച്ചിരുന്നു. അതേ മസ്ജിദ് നബവിയിലാണ് നാം ഇപ്പോൾ, അതേ തിണ്ണയുടെ പരിസരത്തിലാണ് നാം ഇപ്പോൾ. എന്നിട്ട് അവിടെയുള്ളതായ ഹലക്കയിൽ പങ്കെടുക്കാൻ നമ്മിൽ നിന്നിട്ട് ചിലർക്ക് ഹയാ, ലജ്ജ പാടില്ല, ഒഴിവാക്കണം. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ നേരത്തെ ഊതി വെച്ചതായ സൂറത്തിൽ റസൂലുള്ളാഹിൽ നിന്നിട്ട് ഖുർആൻ കേട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ കുറിച്ച് കഥ പറയുകയാണ് നമ്മളോട്. എന്താ സംഭവിച്ചത്? എന്നിട്ട് അവർ പോയി പറഞ്ഞു അവരോട്, ഞങ്ങൾ റസൂലിലൂടെ പഠിച്ചതായ റബ്ബ്, ഞങ്ങൾ വിശ്വസിച്ചതായ റബ്ബ്, അന്നഹു തആല ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ, മഹാശ്രേഷ്ഠനാണ്. അല്ല, നാം എപ്പോഴും സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് മിൽഅ അസ്സമാവാതി വമിൽഅ അൽ അർളി വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്, അല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശ്രേഷ്ഠതകൾ പുകഴ്ത്തി വാഴ്ത്തി പറയുന്നതായ രൂപങ്ങളും ശൈലികളും നമ്മുടെ നമസ്കാരത്തിലൂടെ നാം പറയാറുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർ യഥാർത്ഥത്തിൽ
ആദ്യം കേട്ടപ്പോൾ തന്നെ ആദ്യ സ്റ്റഡിയിൽ തന്നെ റസൂൽ നിന്നിട്ട് പഠിച്ചതായിട്ട് അവരോട് പോയിട്ട് അവരുടെ കൗമിനോട്, അവരുടെ കബീലയോട്, അവരുടെ നാട്ടുകാരോട്, അവരോട് കൂടിയുള്ള ജിന്നുകളോട് പോയി പറഞ്ഞ വാർത്തയാണ് മത്തഖദ സാഹിബത്തൻ വല വലദ, അല്ലാഹുവിനെന്തില്ല, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന തത്വം. അവരിൽ അള്ളാഹുൽ നിന്നിട്ട് സന്താനം ഉണ്ടായിട്ടില്ല, അള്ളാഹു മറ്റുള്ള ആളിൽ നിന്നിട്ട് ഉണ്ടായതുമല്ല. ഞാൻ മുഴുവൻ സൂറത്ത് ഓതി അർത്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ ടൈം അതിനെ സഹായിക്കുന്നതുമല്ല. അതുപോലെ തന്നെ നിങ്ങൾ മുമ്പേ ക്ലാസ് കേട്ടതോട് ക്ഷീണത്തിലുമാണ്. നമ്മുടെ വിഷയം ജിന്ന് എന്നതാണ്. ജിന്നുകൾ ഇസ്ലാം മതം വിശ്വസിച്ചതായ രംഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാർത്തകൾ നമുക്ക് എത്തിച്ചു തരികയാണ്. ഇത് അള്ളാഹ് പറയാതെ നമുക്കറിയില്ലല്ലോ, നാം ജിന്നിനെ കാണുന്നില്ല. സഹാബാക്കളും ജിന്നിനെ കണ്ടിട്ടില്ല, നാമും ജിന്നിനെ കാണുന്നില്ല. അതുകൊണ്ട് അള്ളാഹ് പറയുന്ന വാർത്തകളിലൂടെയാണ് നാം ജിന്നിനെ കുറിച്ച് പഠിക്കുന്നത്. പരലോകത്തിലുള്ള വിശ്വാസം അതിലുണ്ട്. അപ്രകാരം തന്നെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന സ്വഭാവം ഇൻസുകൾക്കുണ്ടായിരുന്നു. അത് മഹാ അപകടമാണ് എന്ന തൗഹീദിന്റെ വശം അതിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഇതുവരേക്കും നമ്മുടെ കൂടെയുള്ള വിഡ്ഢികളായ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർ പറഞ്ഞു വന്നതായ ഭാഗങ്ങളൊക്കെ ശതത വെടക്കായ കാര്യങ്ങളാണ്, തിന്മയാണ്, നന്മയല്ല എന്ന ഭാഗവും അതിലുണ്ട്. അപ്രകാരം തന്നെ വന്നഹും വന്നു കമാ വനന്തും അല്ലൻ യബഅസല്ലാഹു അഹദാ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജീവനം നൽകുകയില്ല എന്ന വിശ്വാസം ഉള്ളവർ ജിന്നുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് മഹാവിപത്താണ് എന്ന് അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലിലൂടെ കേട്ട് പഠിച്ചതായ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിസരത്തിൽ വന്നുകൊണ്ട് ഖുർആൻ കേട്ടതായ വേളയിൽ പിന്നെ അവർക്ക് വിശ്വസിക്കാൻ ഏറ്റവും കൂടുതൽ അവരെ പ്രേരിപ്പിച്ച ഭാഗത്തിൽപ്പെട്ടതാണ് പിശാചിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ 10 വർഷത്തോളം മുമ്പ് ഇതേ ദാറുൽ ഹുദയുടെ മീതെ വെച്ചിട്ട് സംസാരിച്ചതായിട്ട് ഓർക്കുന്നു. അതെന്താണ്, പിശാച് എന്ത് സംഭവിച്ചു, എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് ഭൂമിയിൽ. മുമ്പത്തെ പോലെ അല്ലല്ലേ ഇപ്പോൾ. ഒന്നാമതായിട്ട് ഈ കട്ടെടുക്കുന്ന സ്വഭാവം നിന്നിരിക്കുകയാണ്. എവിടുന്ന് ഈ കട്ടെടുക്കുന്ന സ്വഭാവം നിന്നു? ഭൂമിയിലുള്ള കണക്കപ്പിള്ളമാർക്ക് വാർത്തകൾ ചോർന്നു കൊടുക്കുന്ന പദ്ധതി ജിന്നുകൾ ചെയ്യാറുണ്ടായിരുന്നു. ജിന്നുകൾ ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖുർആൻ സ്ഥിരീകരിക്കുന്ന ഭാഗമാണത്. ഇത് സ്റ്റോപ്പായിരിക്കുകയാണ്. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബൂവത്ത് കിട്ടിയപ്പോൾ. ഇതിനെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി ഇബ്ലീസ് എവിടെ ഇരിക്കുന്നത്? സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ് അവൻ്റെ സിംഹാസനം. അവിടെ നിന്ന് അവൻ്റെ പ്രതിനിധികളെ, അവൻ്റെ ജുനൂദിനെ, ഖുർആൻ പറയുന്നത് ജുനൂദ് അല്ലേ, ജുനൂദിനെ, സേനയെ വിടലാണ്. എന്തിന്? നമുക്കൊണ്ട് ഫിലിം കാണിച്ചു തരാൻ, നമുക്കൊണ്ട് സെക്സ് ഫിലിം നോക്കിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊണ്ട് ഗുസ്തി നോക്കിക്കാൻ, അല്ലെങ്കിൽ കാശ് വെച്ചിട്ടോ വെക്കാതെ നമുക്കൊണ്ട് ചീട്ട് കളിപ്പിക്കാൻ, അല്ലെങ്കിൽ ക്യാരം ബോർഡ് കളിപ്പിക്കാൻ, അല്ലെങ്കിൽ അന്യ സ്ത്രീകൾ നടക്കുന്ന ഭാഗത്തിൽ കൂടി നടന്നിട്ട് ടൈം വേസ്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ അശ്ലീലം കാണാൻ, അല്ലെങ്കിൽ അശ്ലീലം കേൾക്കാൻ, അല്ലെങ്കിൽ അശ്ലീലം പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മെക്കൊണ്ട് മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും കളിപ്പിക്കാൻ, വിനോദങ്ങളിൽ നമ്മെ മുഴുകിപ്പിക്കാൻ, മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ, മനുഷ്യരാശിയെ നശിപ്പിക്കാൻ, മനുഷ്യരാശിയെ അവനോട് കൂടി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, അതിനുവേണ്ടിയുള്ള പ്ലാനിങ് രാപകൽ വേദമന്യേ നടക്കുന്നു. അത് നടക്കാത്ത, അത് വിജയിക്കാത്ത ടൈം റമദാൻ മാസത്തിൽ ആണ്. ഒരു വർഷത്തിൽ നമുക്കറിയാവുന്നതുപോലെ അവർ പോക്കിരിമാർ അറസ്റ്റിലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അതുകൊണ്ട് അതിനുവേണ്ടി നാം ഇപ്പോൾ ഈ നെറ്റ് യുഗത്തിലാണല്ലോ ജീവിക്കുന്നത് അല്ലേ? നെറ്റ് യുഗത്തിൽ ജീവിക്കുമ്പോൾ നാം അത്ഭുതം കാണാണ് അല്ലേ? അത്ഭുതം കാണാൻ. 2 ദിവസം മുമ്പ് ഞാൻ കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ കൂടെയുള്ള ഒരു സുഹൃത്ത് മൊബൈൽ വാങ്ങിയ ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ വാതിൽ അടിക്കണ്ട, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന്. എന്താ വലിയ അത്ഭുതമായിട്ടേ, ഞാൻ ആദ്യം വിളിക്കട്ടെ മൊബൈലിൽ. അപ്പോൾ മൊബൈൽ വന്ന ഉടനെ വലിയ അത്ഭുതമാണ്. മൊബൈലിൽ ഒരാൾ വിളിക്കുക, അപ്പോൾ മറ്റാളകത്തുനിന്ന് കേൾക്കുക, എന്നിട്ട് അയാൾ വന്നിട്ട് വാതിൽ ഉറക്കാമെന്ന്. അങ്ങനെയുള്ള കാലം ഇപ്പോൾ 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പല്ലേ കണ്ടത് നാം. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്നാണ് നാം ഇവിടെ കാണുന്നത്. പക്ഷേ
ഖുർആൻ പറയുന്നതനുസരിച്ചിട്ട് ജിന്നുകൾ പണ്ട് തന്നെ അവർക്ക് സീറ്റ്സുകൾ ഉണ്ടായിരുന്നു. എവിടെ? ആകാശത്തിൻ്റെ, ഒന്നാം ആകാശത്തിൻ്റെ താഴെ അവർക്ക് സീറ്റ്സുകൾ ഉണ്ടായിരുന്നു. സീറ്റ്, ഇരിക്കുന്ന സീറ്റ് ഓരോരോ ആൾക്കാർക്ക്. ഇന്ന കൂട്ടം ഇബ്ലീസിന് അല്ലെങ്കിൽ ജിന്നിന് അല്ലെങ്കിൽ ഇത് പിശാചിന് ഇന്ന ഭാഗമാണ് അവരുടെ സീറ്റ്. എന്തിനാണ്? ആകാശത്തിലിട്ട് മാലാക്കന്മാരിങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോൾ അവർ തമ്മിൽ കാണും. അവർക്ക് തമ്മിൽ കാണാൻ സാധിക്കും. ഇറങ്ങുമ്പോൾ അവർ കൊണ്ടുവരുന്ന വാർത്തകൾ കട്ടെടുക്കാൻ വേണ്ടി ഈ പ്രവർത്തനം റസൂലുള്ളാഹിയുടെയും, ആയിഷ പറയാണ്, റിപ്പോർട്ടിൽ ഹദീസിൽ കാണുന്നു, ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്നു അബ്ബാസിൻ്റെ റിപ്പോർട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഇബ്ലീസുകൾ, ജിന്നുകൾ കട്ടെടുക്കുന്ന വാർത്ത ആയിഷയുടെ റിപ്പോർട്ടിലുമുണ്ട്. ഈസ നബിയുടെയും റസൂലുള്ളാഹിൻ്റെയും ഇടയിൽ കൂടുതൽ അത് വർദ്ധിച്ചിരുന്നു എന്നാണ്. ഈസ നബിയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും ഇടയിൽ ഇത് ഈ കട്ടെടുക്കൽ വർദ്ധിച്ചിരുന്നു. കണക്കപ്പിള്ളന്മാർ ഇങ്ങനെ പല വാർത്തകൾ, ചിലപ്പോൾ ശരിയായിരിക്കും, 100 പറയുമ്പോൾ ഒന്ന് ശരിയാവും, 100 പറയുമ്പോൾ ഒന്ന് ശരിയാവും. ഇന്നുള്ള കണക്കപ്പിള്ളന്മാരുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. 100 പറയുമ്പോൾ അത് ആര് കള്ളം പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാം കള്ളായിക്കൊള്ളുന്നില്ല, ഏതെങ്കിലും ഒന്ന് ഒത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്നവൻ സത്യവാനാണെന്ന് അതിന് തെളിവില്ല, അതിനർത്ഥമില്ല. അതെ, അങ്ങനെ ഇബ്ലീസ് പഠിക്കാൻ വേണ്ടി ആളെ വിട്ടു എന്നാണ്. എവിടെയാണ് പ്രശ്നം? പ്രശ്നം അറിയണല്ലേ, എന്താ നമ്മുടെ പരിശ്രമം നടക്കാത്തത്, കട്ടെടുക്കാൻ സാധിക്കാത്തത്? അക്കൂട്ടത്തിൽ മണ്ണെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഹദീസിലുള്ളതൊന്നല്ല കേട്ടോ, കഥയാണ്. മണ്ണെടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. എവിടെ നിന്നാണ് അപകടം എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിലൂടെ ചരിത്രം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിസമായിരിക്കാം. അത് എന്താണ്? ഗവേഷണം എന്നത് അവരിലുണ്ട് എന്നർത്ഥം. ആരിൽ? പിശാചുകളിൽ ഗവേഷണമുണ്ട്. അങ്ങനെ മണ്ണ് പരിശോധിച്ച്, അങ്ങനെ പലയിടങ്ങളിൽ നിന്നിട്ട് വന്ന മണ്ണിൽ നിന്നിട്ടും അപകടമില്ലാന്ന് മനസ്സിലായി. മക്കയിൽ നിന്ന് വന്ന മണ്ണിൽ നിന്നിട്ട് മനസ്സിലായി ഇവിടെയാണ് അപകടമെന്ന്. മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിൽ ഈ നാട്ടിലാണ് അപകടം എന്ന് മനസ്സിലായി എന്നാണ്. അങ്ങനെയാണ് ഇവിടെ അള്ളാഹു പറയുന്നത്, മലക്കുകൾ ജിന്നുകൾ പറഞ്ഞതായിട്ട്, വന്നാ ലമസ്ന സമാ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹബാ. ഞങ്ങൾ ആകാശത്തിലേക്ക്, ഞങ്ങളുടെ സീറ്റ്സുകളിലേക്ക് വാർത്തകൾ ചോർന്നെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങൾക്ക് നേരിടാൻ സാധിച്ചത് എന്താണ്? ഷുഹബ, തീനാളങ്ങൾ ഇങ്ങനെ എറിയപ്പെടുകയാണ്. മലക്കുകൾ അതിനെ തടഞ്ഞു നിർത്തുകയാണ്. ആ കട്ടെടുക്കുന്ന, ചോർന്നെടുക്കുന്ന സമ്പ്രദായം സ്റ്റോപ്പായിരിക്കുകയാണ് എന്ന് ജിന്നുകൾ പറയുന്നു. ഇറാഖിൽ പോയി അവരുടെ ജിന്നുകളോട് ഈ ഖുർആനിൻ്റെ പ്രത്യേകതയായിട്ട് തുടക്കം തന്നെ എന്താണ്? ഇന്നാ സമയന ഖുർആനൻ അജബ, അത്ഭുത ഗ്രന്ഥം ഞങ്ങൾ കേട്ടു മക്കത്ത് മുഹമ്മദിൽ നിന്ന് എന്നതാണ്. അതെ, وَأَنَّا لَا نَدْرِي أَشَرٌّ أُرِيدَ بِمَنْ فِي الْأَرْضِ أَمْ أَرَادَ بِهِمْ رَبُّهُمْ رَشَدًا. ഞങ്ങൾ അറിയുകയില്ല. ജിന്നുകൾ പറയാണ് പോലോ, എന്താ റബ്ബ് ഉദ്ദേശിച്ചത്? മനുഷ്യന്മാരെ കൊണ്ട്, ഷിട്ടികളെ കൊണ്ട്, ജിന്നുകളെ കൊണ്ട് നന്മയാണോ തിന്മയാണോ എന്ന് അവർ പറയുന്നു. അന്നാ, ജിന്നുകൾ പറഞ്ഞു, മിന്ന സാലിഹൂന, നമ്മളിൽ സാലിഹീങ്ങളുണ്ട്. നേരത്തെ ഞാൻ കേൾപ്പിച്ച ഭാഗം. ഓ മിന്നാ ദൂന ദാലിക, ഞങ്ങളിൽ അവർക്ക് താഴെയുള്ളവരുണ്ട്. കുന്നാ തറായിഖ ഖിദദ വഅന്നാ വനന്നാ അല്ലൻ നുഅ്ജിസല്ലാഹ ഫിൽ അർളി വലൻ നുഅ്ജിസഹു ഹറബാ. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. ജിന്ന് വർഗമേ, മനുഷ്യ വർഗമേ, എൻ്റെ കസ്റ്റഡിയിൽ നിന്നിട്ട്, എൻ്റെ ഭൂമിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, എൻ്റെ നരകത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് മോചിക്കാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ ചോദ്യോത്തരത്തിൽ നിന്നിട്ട്, എൻ്റെ വിചാരണത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കാണട്ടെ, നിങ്ങൾ ഓടിയാട്ടെ എന്ന് സൂറത്ത് റഹ്മാനിൽ അല്ലാഹ് പറഞ്ഞല്ലോ. അതിൻ്റെ വേറെ ശൈലിയാണ് ഇവിടെ. ആര് പറയുന്നു? ജിന്നുകൾ പറയുന്നു. അള്ളാഹുൽ നിന്നിട്ട് ഓടി രക്ഷപ്പെട്ടാലൊന്നും അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ഇല്ല. ഞങ്ങൾ ലമ്മാ സമിഅനൽ ഹുദാ, മുഹമ്മദിലൂടെ നന്മ, സന്മാർഗം, അള്ളാഹുവിൻ്റെ സന്മാർഗം മുഹമ്മദിലൂടെ ഞങ്ങൾ മക്കയിൽ നിന്നിട്ട് കേട്ടപ്പോൾ ആമന്നാ ബിഹി. അതാണ് ഞാൻ പറഞ്ഞത്, ജിന്ന് സഹാബാക്കൾ മാത്രമല്ല, ജിന്ന് മുമ്പന്മാരായ സഹാബാക്കൾ. ആ ഖുർആൻ പറയുന്ന വിഭാഗം, ഫമൻ യുഅ്മിൻ ബിറബ്ബിഹി ഫലാ യഖാഫു ബഖ്സൻ വലാ റഹഖാ
ഒരാൾ മുഅ്മിനായി കഴിഞ്ഞാൽ ومن عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. പ്രയാസമില്ല. മുഅ്മിനായാൽ നടുകൈച്ചലായി. മുഅ്മിനായാൽ ഹൃദയ സമാധാനം വന്നു. പിന്നെ മാനസിക രോഗം ഏത് ഇന്നൊക്കെ അങ്ങനെയാണല്ലോ. ഏത് മ്യൂസിക് കേട്ടാലും ദുഃഖം മാറൂല, പ്രയാസം മാറൂല. اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك نسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا. ഇങ്ങനെ അള്ളാഹുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം അള്ളാഹിന്റെ പേരുകളും അള്ളാഹിന്റെ അസ്മാലുകളും അള്ളാഹിന്റെ സിഫാത്തുകളും മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വചനങ്ങൾ മുസ്ലിമിന് പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. മല പോലെ വരുന്നത് മഞ്ഞ് പോലെയായി മാറുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ജിന്നുകൾ പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടിയ സ്റ്റഡിയിൽ മനസ്സിലാക്കിയത്. ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങൾ ഇത് കേട്ടപ്പോൾ മുഅ്മിനീങ്ങളായി. അതോടുകൂടി ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറി, പ്രയാസങ്ങളൊക്കെ പോയി. അതെ, വന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ. ഞങ്ങളെല്ലാവരും ഒരുപോലെയല്ല. ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളിൽ അല്ലാത്തവരുണ്ട്, അക്രമികളുണ്ട്, അനീതികൾ ചെയ്യുന്നവരുണ്ട്, ഫാസിഖീങ്ങളുണ്ട്. ഫമൻ അസ്ലമ, ഞങ്ങൾ എന്നിട്ട് മുസ്ലിങ്ങളാകുന്നവർ ഫൗലായിക തഹറൗ റഷദാ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നന്മയിലേക്ക് എത്തിയവർ, നന്മ കിട്ടണമെന്ന, നന്മയിൽ ജീവിക്കണമെന്ന നിർബന്ധമുണ്ടാവുന്നവർ, അതുപോലെ തന്നെ നരകപ്പുള്ളികളായി മാറുന്നു. ആര്? ഞങ്ങൾ എന്നിട്ട് പരാക്രമികളായ ഖാസിതീങ്ങൾ. പറയട്ടെ, നമസ്കാരത്തിൽ സുജൂദിൽ നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? എനിക്ക് ഇതുവരെ അതിന് തെളിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിതുവരെ പറയൽ പാടില്ല എന്നാണ്. ഫർള് നിസ്കാരത്തിൽ തീരെ പാടില്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു, അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. റസൂലുള്ളാഹി നമസ്കരിച്ചത് അറബി ഭാഷയിലാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ തന്നെയായിരിക്കണം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമസ്കാരത്തിൽ. അതും വാരിദായ പ്രാർത്ഥനകളായിരിക്കണം. സുജൂദിലോ അത്തഹിയാത്തിൻ്റെ അവസാനത്തിലോ പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ ഇഷ്ടാനുസരണം പ്രാർത്ഥന അറബിയിൽ ഉണ്ടാക്കിയാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇരിക്കുന്നത് അള്ളാഹിൻ്റെ മുമ്പിലാണ്, തെറ്റി പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തെറ്റ് ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് പരിചയമുള്ള റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നമുക്ക് പരിചയമുള്ള ജാമിഉം മാനിഉമായ പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആ പ്രാർത്ഥനകളിലുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ മാനസിക പ്രയാസം നീങ്ങുന്നതാണ്. നിസ്കരിക്കുമ്പോൾ ചോദിക്കാൻ പറ്റിയില്ലല്ലോ. അസ്സലാമു അലൈക്കും. ബിംബങ്ങൾ സംസാരിക്കുന്നു എന്ന് സക്കരിയ സലാഹി പറഞ്ഞതായി നെറ്റിലൂടെയുള്ള വിവാദപരമായ ചർച്ച കേട്ടു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യമല്ലാത്ത ചർച്ചയാണത്. ബിംബം ഒരിക്കലും സംസാരിക്കുമല്ലോ. പിന്നെ ബിംബം സംസാരിച്ചു എന്ന് ബിംബാരാധകർ അവകാശപ്പെട്ടാൽ നമുക്കതിന് 3 നിലക്ക് മറുപടി അറിയാം. ഒന്നുകിൽ വല്ല യന്ത്രവും ഒച്ചുണ്ടാക്കുന്ന വല്ല യന്ത്രത്തിൻ്റെ കാലിൻ്റെ ഘടിപ്പിച്ചിട്ട് ആളുകൾ വിചാരിക്കും ബിംബാന്ന്, ബിംബത്തിൻ്റെ അടിയിലുള്ള യന്ത്രമായിരിക്കും. അല്ലെങ്കിൽ ബിംബാരാധകൻ ഇങ്ങനെ തോന്നിക്കണം എൻ്റെ ബിംബം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്ന് ഓനിങ്ങനെ തോന്നുക. മൂന്നാമതൊരു സാധ്യത, ബിംബത്തിൻ്റെ പിന്നിൽ നിന്ന് പിശാച് ഒച്ചുണ്ടാക്കിയിട്ട് ബിംബം ഒച്ചുണ്ടാക്കി എന്ന് വരുത്തുക. അങ്ങനെ ബിംബത്തിന് കഴിവുണ്ടെന്ന് വരുത്താൻ പിശാച് ഇങ്ങനെയൊക്കെ കളിച്ചെന്ന് വരാം. ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞത്? തൗഹീദ് സ്ഥാപിക്കാനാണ്. ബിംബത്തിനൊരു കഴിവില്ല. ബിംബത്തിന് കഴിവുണ്ടെന്ന് വരുത്താൻ ശൈത്താൻ ശ്രമിക്കും, അതിലകപ്പെട്ടു പോകരുതേ എന്ന് പറയാനാണ്. ഇപ്പം എന്താക്കിയത്? ബിംബം സംസാരിക്കുമെന്ന് പറഞ്ഞു. ബിംബം സംസാരിക്കൂല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഒലിയ് ഇങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടാലും വെള്ളത്തിന് മീതെ നടക്കുന്നത് കണ്ടാലും നിങ്ങൾ ഒലിയാന്ന് വിശ്വസിക്കരുത്, ശൈത്താൻ അവനെ താങ്ങിക്കൊണ്ടുവന്ന് കരുതണമെന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടില്ലേ? അതെന്തിനു പറഞ്ഞതാ? കണ്ടോ ഔലിയ വെള്ളത്തിന് മീതെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണോ? അല്ല, നടക്കൂല എന്നാണ് പറഞ്ഞത്. ഒരു വലിയനത് കയ്യിൽ ഓന് അതിൻ്റെ പേരിൽ നിങ്ങളോ വലിയാണെന്നോ ഓന് വിലായത്തുണ്ടെന്നോ കറാമത്തുണ്ടെന്നോ കരുതരുത് എന്ന് പറഞ്ഞതാണ്. അത് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതിനെ ശിർക്ക് സ്ഥാപിക്കാനാണ് പറഞ്ഞത് എന്ന് നേരെ ഉൾട്ടാക്കിയിട്ട് എനിക്കതിൽ പ്രചാരം നടത്തുന്ന മടവൂരികളും അവരെ വാക്ക് വിശ്വസിക്കുന്നവരായ കുറേ ആളുകളുണ്ട്. യാതൊരു നിവൃത്തിയില്ല. അവിടെ എത്രയോ തവണ പറഞ്ഞതാ, അങ്ങനെ ആർക്കെങ്കിലും ബിംബം സംസാരിക്കും എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ തൗഹീദ് സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചത്. അതിന് നേരെ ഉൾട്ടായിട്ട് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനത് എഴുതിയിട്ടുണ്ട്, ലഘുലേഖയായിട്ട് മറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ചിലതൊക്കെ സത്യമായി പുലരുന്നുണ്ടല്ലോ, യാഥാർത്ഥ്യമായിട്ട് ഒത്തുവരുന്നുണ്ടല്ലോ. അപ്പം നബി പറയാണ്,
അത് ജിന്നുകൾ ആകാശലോകത്തുനിന്ന് തട്ടിയെടുക്കുന്നതാണ്, കട്ട് കേൾക്കുന്നതാണ്. എന്നിട്ടത് അവൻ്റെ മിത്രമായ മനുഷ്യപ്പിശാചിൻ്റെ ചെവിയിൽ കുറുകിക്കൊടുക്കും. ജിന്നുപിശാച് കട്ട് കേട്ടിട്ട് മനുഷ്യപ്പിശാചാകുന്ന ജ്യോത്സ്യൻ്റെ കയ്യിൽ കുറുകിക്കൊടുക്കും. എന്നിട്ട് അവർ അതിൽ 100 കളവും ചേർത്തും. റസൂലുള്ളാഹിൻ്റെ വാക്കാണ്. എന്താണ് 100 കളവ് അതിൽ ചേർത്തും. അപ്പോൾ 101 കാര്യം പറഞ്ഞാൽ 1 ശരിയുണ്ടാവും, 100 കളവായിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മളാളുകൾ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അത് റസൂലുള്ളാഹിൻ്റെ കാലത്ത് മാത്രമുള്ളതല്ല, ഖുർആൻ ഇറങ്ങിയതോടത് പാടെ നിലച്ചുപോയി എന്നാണ്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് വളരെ വ്യാപകമായിരുന്നു. CN അഹമ്മദ് മൗലവി കട്ടുകേക്കുക എന്നുള്ള സംഗതിയെ തന്നെ നിഷേധിച്ചു. കാരണം ജിന്നിനെ നിഷേധിച്ചു എന്ന് ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ. ജിന്ന് എന്ന് പറഞ്ഞൊരു വർഗ്ഗമല്ല, ജിന്ന് എന്ന് പറഞ്ഞാൽ കാടൻ, ഇൻസ് എന്ന് പറഞ്ഞാൽ നാടൻ. എന്നാൽ പരിഷ്കൃതനായ മനുഷ്യൻ ഇൻസ്, അപരിഷ്കൃതനായ കാട്ടുവർഗ്ഗക്കാരൻ ആദിവാസി ജിന്ന് എന്നാണ് മൂപ്പര് പറഞ്ഞ്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ജിന്ന് എങ്ങനെയാണ് പടച്ചോൻ്റെ സംസാരം കട്ടുകേക്കുക? പടച്ചോൻ്റെ സംസാരം കട്ടുകേക്കുന്ന ആരും പറഞ്ഞിട്ടില്ല, റസൂലും പറഞ്ഞിട്ടില്ല. റസൂൽ പറഞ്ഞത് അള്ളാഹു ചില കാര്യങ്ങൾ വിധിക്കും, ആ വിധിച്ച കാര്യങ്ങൾ മലക്കുകളോട് പറയും. കാരണം മലക്കുകൾ മുഖേനയാണല്ലോ ഈ ദുനിയാവിൽ പല കാര്യങ്ങളും അള്ളാഹു നടപ്പിലാക്കുന്നത്, അല്ലേ? പല കാര്യങ്ങളും അള്ളാഹു നടപ്പിലാക്കുന്നത് മലക്കുകൾ മുഖേനയാണ്. അപ്പോൾ മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ച ഈ കാര്യം മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ചിലപ്പോൾ മലക്കുകൾ മേഘങ്ങളിലേക്ക് ഇറങ്ങി വരും എന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഉദാഹരണം പറയാ, ഒരു മലക്ക് പറയാണ് മറ്റേ മലക്കിനോട്, അല്ല നിന്നെന്താ ഏൽപ്പിച്ചത്? എന്നെങ്ങനെ സക്കരിയ സലാഹിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാനാണ്. നിന്നെന്താ ഏൽപ്പിച്ച്? അത് അബൂബക്കറിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാനാണ്. അങ്ങനെയാണല്ലേ. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കണത് അതിലെ പറന്ന് നടക്കുന്ന ഒരു ജിന്ന് കട്ട് കേട്ടിട്ട് ഏതെങ്കിലും ഒരു വാർത്ത അത് ജ്യോത്സ്യന് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും കാര്യം അറിയാൻ വരുന്ന ആൾ ഇയാളെപ്പറ്റി ഇങ്ങനെ ഉണ്ട്, ഇയാളെപ്പറ്റി ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വല്ലതും കട്ട് കേൾക്കും. ഇത് ഇന്നും നടക്കുന്നുണ്ട്. അത് സൂറത്ത് സ്വാഫാത്തിൻ്റെ തുടക്കത്തിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്, ഈ കട്ട് കേൾക്കുന്നതിനെ സംബന്ധിച്ച് സൂറത്ത് ജിന്നിലുണ്ട്. അപ്പോൾ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയതോടു കൂടി കൊള്ളിമീനുകൾ പറഞ്ഞാൽ ഉൽക്കകൾ, ഇവയെ ആട്ടാൻ വേണ്ടി റുജുവുമായിട്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, സൂറത്ത് സ്വാദിൻ്റെ വ്യാഖ്യാനത്തിൽ കിതാബ് തഫ്സീറിൽ ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലു മാദാ ഖാല റബ്ബുക്കും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞതായിട്ട്, ഒരു ജിന്ന് മറ്റൊരു ജിന്നിൻ്റെ മേലെ അട്ടിയായി നിൽക്കും. എന്നിട്ട് മേലെന്ന് മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കും. കൊള്ളിമീൻ കൊണ്ട് ഏറ് കിട്ടുന്നതിന് മുമ്പ് വല്ലതും കിട്ടിയാൽ അത് താഴെ ജിന്നിന് പാസ് ചെയ്യുമ്പോൾ അത് താഴേക്ക് വന്നുകൊണ്ട് ഭൂമിയിലെത്തും. കൊള്ളിമീനും അടി കിട്ടിയാലോ ആൾ കാഞ്ഞു പോവുകയും ചെയ്യും. അടി കിട്ടുന്നതിന് വല്ലതും കിട്ടിയാൽ അത് താഴെ. ഇത് ബുഖാരിൻ്റെ ഹദീസാണ്. അപ്പോൾ ചെറിയ തട്ടിയെടുക്കൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. വസ്വാഫാത്തി സഫ ഫസാജിറാത്തി സജറ ഫൽമുൽഖിയാത്തി ദിക്റ, അല്ലേ? അവിടെ ഉണ്ട് ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. തട്ടിയെടുക്കുന്നവൻ തട്ടിയെടുക്കുന്നതൊഴികെ, മനസ്സിലായില്ലേ? അപ്പോഴേക്കും അവനെ കൊള്ളിമീൻ പിന്തുടരും. അപ്പോൾ കൊള്ളിമീനുണ്ട് അടി കിട്ടുന്നതിന് വല്ലതും കേട്ടാൽ അത് താഴേക്ക് പാസ് ചെയ്യും. ഇന്നും ചില മന്ത്രവാദികളോ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞ ചിലതൊക്കെ സത്യവുമായി ഒത്തുവരുന്നത് അങ്ങനെയാണ്. പക്ഷേ അവർ പിശാച് പൂജകന്മാരും പിശാചിനെ സേവിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവരുടെ അടുക്കൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിശാച് ആർക്കാ വിവരങ്ങൾ കൊടുക്കുക? പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന ആളുകൾക്ക്. പിശാചിനെ പ്രീതിപ്പെടാൻ എന്താ നിസ്കാരം നോൻപാണോ വേണ്ടത്? ആണോ? നിസ്കാരം നോമ്പ് കൊണ്ട് പിശാച് ഇഷ്ടാവുമോ? ഓൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, ഹറാമ് ചെയ്യണം, കുഫ്ർ ചെയ്യണം, ശിർക്ക് ചെയ്യണം. വളരെ വൃത്തികെട്ട ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് ഖുർആനിനെ അപമാനിക്കുക, വിശുദ്ധ ഖുർആൻ കക്കൂസിൽ കൊണ്ടുപോയിടുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിശാചിന് പ്രീതിയായി. അതാണ് പിശാച് സേവ എന്ന് പറഞ്ഞത്. പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പിശാചിൻ്റെ സേവ നേടുക, എന്നിട്ട് അവരെ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെ ആളുകളാണ് ഈ ജ്യോത്സ്യന്മാരും. അതിപ്പോൾ തങ്ങളായാലും തന്നെ ബീവി ആയാലും പിന്നെ പണിക്കരായാലും നമ്പൂരി ആയാലും ഒക്കെ തന്നെയാണ്. അത്തരം ജിന്നുമ്മ അല്ലേ ജിന്നുപ്പ ഇനി എന്തുണ്ടായാലും അതെല്ലാം ഈ സാധനങ്ങളാണ്. അവരുടെ അടുത്ത് പോകാനും പാടില്ല. അങ്ങനെ അവർക്ക് മറിഞ്ഞ കാര്യം അറിയുന്നുള്ള വിശ്വാസം നമുക്ക് പാടില്ല. ഇങ്ങനൊരു സാധ്യത മാത്രമുള്ളത്. പക്ഷെ അവരുടെ അടുത്ത് പോയാൽ തന്നെ 40 സംസ്കാരം സ്വീകരിക്കൂല. അവർ പറയുന്നത് വിശ്വസിച്ചാലോ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതിൽ അവർ അവിശ്വസിച്ചു കഴിഞ്ഞു, കാഫിറായിപ്പോയി എന്നാണ്. അതെല്ലാം ശൈത്താൻ കളിക്കുന്ന കളികളാണ്, ജിന്നുമ്മയും ജിന്നുതങ്ങളും ഒക്കെ. ജിന്നിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇൻസിൻ്റെ കാര്യം മറക്കരുത്. നമ്മൾ
മൗലവി രണ്ടാമതും വന്നിരുന്നത് അത് ഓർമ്മപ്പെടുത്താനാണ് പിരിവിൻ്റെ കാര്യം. പിന്നെയും കൊടുത്താൽ മതി. ജിന്നുമാൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ ചെറുപ്പത്തിൽ അല്പകാലാണെങ്കിലും ഇസ്മിൻ്റെ പണി എടുത്ത ആളാണല്ലോ. എന്താ അസ്മാൻ്റെ തൽസമാത്തിൻ്റെ തലാസിമെന്ന് ഇവിടെ പറയും. തൽസമാത്തിൻ്റെ കിതാബൊക്കെ ഓതി കുറച്ചു കാലം കൃത്രിമത്തിൽ ഏർപ്പെട്ടു, അറിവില്ലാത്ത കാലത്തിൽ. അള്ളാഹു പുറത്തിരട്ടെ. ആ സന്ദർഭത്തിൽ ഞാൻ പഠിച്ചിരുന്ന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകനായ സിദ്ദിഖുഞ്ഞു മൊയ്ലാർ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഇസ്മിൻ്റെ പണിക്കാരൻ, അദ്ദേഹം ഞങ്ങളൊരു ജിന്നുമയിലേക്ക് വിട്ടു. ഞാൻ അവിടേക്ക് പോയി നോക്കുമ്പോൾ ജിന്നിന് ഹാദറാത്താവൽ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ജിന്ന് ഹാദറാത്താവ, ഇളക, പ്രത്യക്ഷപ്പെട. ആ സന്ദർഭത്തിൽ ഖുർആൻ ഓതും പോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരു മുസ്ലിയാരുടെ ശൈലിയിൽ ആണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ആ പെണ്ണ് ആണ്ട ശബ്ദമാണ്. പുകപ്പിക്കലൊക്കെ നടക്കും. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ആൾ, പുറമെന്ന് മുസ്ലിങ്ങളൊക്കെ പറയുന്ന അയാൾ ഖുർആൻ ഓതാണ്, മുസ്ലിം ജിന്നാണെന്നാണ്. അങ്ങനെ ഞങ്ങളയച്ച ഷെയ്ഖ് കാഫഹായ ഐൻ സാദ് എന്ന ആയത്ത്, ആ സൂറത്തിൻ്റെ ചില ഭാഗങ്ങൾ എഴുതിയിട്ട്, ഈ വിളക്ക് കിടത്തിക്കഴിഞ്ഞാൽ നിങ്ങളിത് കാണിച്ചിട്ട് ഇതൊന്ന് ഓതിയാട്ടെ എന്ന് ജിന്നിനോട് പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയവർ ചെയ്തു. അതോടുകൂടി ഉത്തരം മുട്ടി. ഇവരെ മൗലവിയോട് സൂചിപ്പിച്ചതായ കണക്കപ്പള്ളിയുടെ ആളാണ്. അപ്പോൾ അദ്ദേഹം പ്രയാസപ്പെട്ടു. ആ ശബ്ദം മാറി. ഞാൻ ഈ അടുത്ത് നിൽക്കുന്ന അമ്പലത്തിലുള്ള ഇന്ന പൂജാരി ആണ് എന്നെ ജപിച്ചെടുത്തുകൊണ്ട് ഈ പെണ്ണിലേക്ക് നിക്ഷേപിച്ചത്, ഈ വീട്ടിലേക്ക് അയച്ചത്. അയാൾക്ക് പകുതി, ഈ പെണ്ണിന് പകുതിയാണ് വരുമാനം. ബിസിനസ്സാണ്, മനസ്സിലായല്ലേ എന്ന് പറഞ്ഞു. അതോടുകൂടി ആ ജിന്ന അവസാനിച്ചു. അതുവരെ നന്നായി സമ്പാദിച്ചിരുന്നു. കാസർഗോഡ് താഴലങ്ങാടി എന്ന സ്ഥലത്ത് ആ നാട്ടുകാരോടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം എൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ മൗലവി പറഞ്ഞ മാതിരി വശീകരണം നടക്കുകയാണ്. ആരിലൂടെ? കണക്കപ്പിള്ളമാരിലൂടെ. അങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്നിട്ട് ആദ്യം പുറത്തു പോകേണ്ടി വരും, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ജിന്നിനെ ജപിച്ചെടുക്കാനും പിശാച്ചിൻ്റെ സഹായം തേടാനും എന്ത് വേണ്ടി വരും? ശിർക്ക് ചെയ്യേണ്ടി വരും. അവരെ പ്രീതിപ്പെടുത്തുന്നതായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരം അപകട മേഖലകളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതും അങ്ങനെയുള്ളവരിലേക്ക് ചെല്ലാതിരിക്കേണ്ടതും, ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് ചെന്നാൽ തന്നെ അവരുടെ, നേരത്തെ മൗലവി പറഞ്ഞ, വിശ്വസിക്കാതെ ചെന്നാൽ വെറുതെ പോയാൽ 40 ദിവസത്തെ നിസ്കാരം പോയി. വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ അല്ലാഹു ഇറക്കിയ ഖുർആനിൽ നിഷേധിച്ച ആളായി മാറി എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള അപകട മേഖലകളിൽ നിന്നിട്ട് നമ്മെയും മുസ്ലിം സമൂഹത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇതുവരെ പറഞ്ഞതിന് സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഇടയിൽ നിന്നിട്ട് ആവശ്യപ്പെട്ടതുപോലെ രോഗങ്ങളോട് രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. അപ്രകാരം നമ്മിൽ നിന്നിട്ട് പലരും മരണപ്പെട്ട വാർത്ത അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.